ഖുർആൻ അതിന്റെ പ്രായോഗിക തലത്തിൽ, അതിന്റെ യുക്തിഭദ്രമായ തലത്തിൽ വായിക്കണമെന്നും എങ്കിലേ ഖുർആൻ കൊണ്ട് കാര്യമുള്ളൂ എന്നും, അല്ലെങ്കിൽ ഖുർആൻ കേവലം ഒരു കെട്ടുകഥയുടെ അല്ലെങ്കിൽ ഒരു മുത്തശ്ശിക്കഥയുടെ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളുടെ കഥകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമായി അത് അധപ്പതിക്കുമെന്നുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പല ക്ലാസ്സുകളിലും നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങൾ അതായിരുന്നു. ഖുർആൻ ലോകത്തിന് ഗുണകരമായി, മനുഷ്യ സമൂഹത്തിന് ഗുണകരമായി ആ ഖുർആനിന്റെ വായന നാം നടത്തേണ്ടതുണ്ട്. എങ്കിലേ ഖുർആൻ ഈ ആധുനിക കാലഘട്ടത്തിലും ഇനി വരാനിരിക്കുന്ന സമൂഹത്തിനും അതുകൊണ്ട് പ്രയോജനം കിട്ടുകയുള്ളൂ എന്ന് നാം സൂചിപ്പിക്കുകയും. അഹില്ലത്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കലകൾ എന്നല്ല, അങ്ങനെ അർത്ഥമുണ്ടായിരിക്കാം. പക്ഷെ ഖുർആൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവകാശങ്ങൾക്കോ നമ്മുടെ ആവശ്യങ്ങൾക്കോ വേണ്ടി ശബ്ദം ഉയർത്തേണ്ടതിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത് എന്നാണ്. അത് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് തന്നെയാണ് അത് കിട്ടിയത്. വമാ ഉഹില്ലലി വൈരില്ലാഹി ബിഹി എന്ന് പറഞ്ഞതാണ്. വമാ ഉഹില്ല ശബ്ദം ഉയർത്തുക എന്നുള്ളതും വൈരില്ലാഹി ബിഹി അല്ലാഹുവിന് വേണ്ടിയല്ലാതെ എന്ന് പറഞ്ഞാൽ ദൈവികമായ മൂല്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിങ്ങളുടെ ശബ്ദം ഉയർത്തുന്നതും നിങ്ങളെ തൊട്ട് വിലക്കിയിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ നിങ്ങളെ തൊട്ട് ഹറമ വിലക്കിയ കാര്യങ്ങൾ ഏതൊക്കെയുണ്ട് എന്ന് ഖുർആൻ ഈ പറയുന്ന 288 കുറച്ച് വചനങ്ങൾക്ക് മുമ്പ് ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്ന് പറയുന്നുണ്ട്. അവിടെ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടിയല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ, സത്യം, നീതി, ധർമ്മം, ന്യായം, കരുണ, ദയ, ഇങ്ങനെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിങ്ങളുടെ ശബ്ദം ഉയർത്താനും പാടില്ല. അതും നിങ്ങളെ തൊട്ട് വിലക്കിയിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇവരെന്താണെന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ പേരിലല്ലാതെ ഒരു മൃഗത്തിന്റെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ വിടുന്നതും നിങ്ങളെ തൊട്ട് വിലക്കിയിരിക്കുന്നു എന്നാണ് അവിടെ അർത്ഥം എഴുതിയത്. ശരിക്കും ഊഹില്ല എന്ന് നിങ്ങൾ ഏത് ഭാഷാഗ്രന്ഥം എടുത്തു നോക്കിയാൽ റഫ എന്നതിന്റെ അർത്ഥം കാണും, ശബ്ദം ഉയർത്തുക. അപ്പൊ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തേണ്ടതിനെ കുറിച്ചാണ് അവർ നിന്നോട് ചോദിക്കുന്നത്. അത് എപ്പോഴാണ് നടത്തേണ്ടത്? അതിന്റെ സമയം മനുഷ്യർക്ക് വേണ്ടിയായിരിക്കണം. അത് ഒന്ന്. പിന്നെ പോലെ ഹജ്ജ്, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴുമാണ് അത് നടത്തേണ്ടത്. മനുഷ്യന്മാർ ആക്രമിക്കപ്പെടുകയോ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയോ അവർ അടിച്ചമർത്തപ്പെടുകയോ ചെയ്യുമ്പോഴാണ്, അതാണ് ഹജ്ജ്. അതിനെതിരിൽ നിങ്ങൾ പ്രതിഷേധിക്കുമ്പോഴാണ് ഈ ശബ്ദം നിങ്ങളുടെ ഉയർത്തേണ്ടത്. അതിനെതിരിലാണ് ശബ്ദം ഉയർത്തേണ്ടത് എന്ന് നീ അവരോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ വീടുകളുടെ ലുഹൂറുകളിലൂടെ, വീടുകളുടെ പിന്നാമ്പുറത്തൂരിലൂടെ വരരുത്. അങ്ങനെ സൂചനകൾ മാത്രമേ തരുന്നുള്ളൂ, വിശദമായ വിശദീകരണമൊന്നും തരുന്നില്ല. കാരണം 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറയുള്ളൂ. വീടുകളുടെ പിന്നിലൂടെ, പിൻവാതിൽ നിന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, അവിടെ അബുവാബ് പറഞ്ഞിട്ടില്ല, അവിടെ ലുഹൂറിനെ പറഞ്ഞില്ലോട് പിന്നിലൂടെ. കാരണം അവിടെ വഴിയില്ല. വഴിയില്ലാത്ത സ്ഥലത്തുകൂടി വീടുകളിലേക്ക് പ്രവേശിക്കുന്നതിനെ നിങ്ങളെ തൊട്ട് വിലക്കിയിരിക്കുന്നു. വലാക്കിന്നൽ ബിർറ, മറിച്ച് പുണ്യം മനിത്തത, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് സൂക്ഷ്മത പുലർത്തുകയും അകന്നു നിൽക്കുകയും വീടുകളുടെ അബുവാബിഹ, അതിന്റെ വാതിലുകളിലൂടെ വരലുമാണ് നിങ്ങൾക്ക് പുണ്യകരമായ കാര്യം എന്ന് പറയാം. ഇന്ന് നിലവിലുള്ള പരിഭാഷ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുക, അറബികൾ അവരുടെ വീടുകളിലേക്ക് വാതിലുകളിലൂടെ അല്ലായിരുന്നു കടന്നിരുന്നത്, ജനലുകളിലൂടെയും ഓട് പൊടിച്ചിട്ടും. അന്ന് ഓല കൊണ്ട് മേഞ്ഞ വീടുകളൊക്കെ ആയിരുന്നു, ഓല മേഞ്ഞിട്ടൊക്കെ ആയിരുന്നു അന്ന് ആളുകൾ വീടുകളിലേക്ക് പ്രവേശിച്ചിരുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ വാതിലിൽ കൂടി കടക്കണം എന്ന് പറയുന്നത് പോലെയാണ് ഇന്നത്തെ പരിഭാഷ വായിക്കാത്തത്. മാത്രമല്ല അത് വലിയൊരു പുണ്യകരമായ കാര്യവുമായിട്ടാണ് പറയുന്നത്. ഇവര് പറയുന്ന വാതിലിന്റെ വീട്ടിന്റെ പിന്നിലൂടെ കിടക്കരുതെന്നാണ്.
ചെയ്യാൻ വന്ന വാതില് അവിടെ വെക്കാതിരിക്കാൻ നല്ലത്. ഇനി ആരെങ്കിലും പിന്നാമ്പുറത്ത് കൂടി കയറിയിട്ട് ഇനി പുണ്യം നഷ്ടപ്പെടണ്ട. കാരണം ഖുർആനിൽ സ്ത്രീകളൊക്കെ, നമ്മുടെയൊക്കെ സ്ത്രീകൾ, നമ്മളെന്നെ ഈ തൊഴിലൊക്കെ ഇറങ്ങിയാണ് രാവിലത്തിലൊക്കെ പഠിക്കിറങ്ങിയാൽ മുമ്പാർത്തെ പടി കിടന്നിട്ട് മുൻവശത്ത് കൂടി പോയി ജലിയാകണ്ടാന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ കൂടെ നല്ലതാണ്. അതിലൂടെ മാത്രമല്ല, വീടുകൾക്ക് തന്നെ എത്ര വാതിലാ വെക്കുന്നത്. നിരവധി വാതിലുകളല്ലേ ഒരു വീട്ടിലുള്ളത്. അതിലൂടെയൊക്കെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളൊക്കെ വീട്ടില് സ്ത്രീകളൊക്കെ അധികം അടുക്കള വാതിൽ കൂടി തന്നെ കിടക്കണം. മരണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനില്ല, അതും അവരെ അടുക്കള വാതിലിലൂടെ പ്രവേശിക്കണം. അങ്ങനെ പിൻവാതിലിലൂടെ കടന്നാൽ അതിന് പുണ്യല്ലാതെ അപകടമാണെന്ന് പറയുന്നത് നമ്മുടെ സഹോദരിമാരൊക്കെ ഒരുപാട് ശിക്ഷകൾക്ക് അവർ വിധേയരാകേണ്ടി വരും. അങ്ങനെ വരും. ഇവിടെ അട്ടിമറിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ബുയൂത്ത് അട്ടിമറിച്ചു, വൈത്ത് വീടാക്കി. രണ്ട് അബുവാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കിടക്കുന്ന വാതിലാക്കി. ഈ രണ്ട് അട്ടിമറിയാണ് അവിടെ നടത്തിയത്. ബാക്കി വചനത്തിന്റെ തുടക്കത്തിൽ കുറെ അട്ടിമറികളുണ്ട്. പക്ഷെ നമ്മളിവിടെ ഉദ്ദേശിച്ചത് അബുവാബ് എന്നുള്ള പദം വിശദീകരിക്കാനാണ്. ബാബ് അബുവാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയലായ ഈ വാതിലായിട്ട് കണ്ടപ്പോഴും വൈത്ത് എന്ന് പറയുന്നത് ഇതുപോലത്തെ വീടായി കണ്ടപ്പോഴാണ് ഈ വ്യാഖ്യാനങ്ങൾക്ക് അപകടം സംഭവിച്ചത്. ഈ അപകടം സംഭവിച്ചു എന്നതുകൊണ്ട് എന്താണ് പറ്റിയത് എന്ന് പറഞ്ഞാൽ, ലോകത്തിന് വഴികാട്ടേണ്ട, ലോകത്തെ നേരാക്കിയെടുക്കേണ്ട ഒരു വചനം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് അതിന്റെ തകരാറ് സംഭവിച്ചത്. മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ഉപകാരം കിട്ടേണ്ട, ലോകത്തെ തന്നെ നേരാക്കിയെടുക്കേണ്ട, ലോകത്തെ തന്നെ നന്നാക്കിയെടുക്കേണ്ട ഒരു ആശയം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ വചനത്തിലെ അർത്ഥങ്ങൾ അട്ടിമറിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത്. അതാണ് നമ്മൾ പറയുന്നത്. എന്താ ഇതുകൊണ്ട് തകരാറെന്ന് ചോദിച്ചാൽ, ഇതുകൊണ്ടുള്ള തകരാറ് സംഭവിച്ചതാണ്. നിങ്ങൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതൊരു സ്ഥാപനമാണെങ്കിലും, ഏതൊരു ആശയമാണെങ്കിലും, ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും, ഒരു രാജ്യമാണെങ്കിലും, ഒരു രാഷ്ട്രത്തിന്റെ ഭരണമാണെങ്കിലും, അതിന്റെ പിന്നാമ്പുറത്ത് കൂടി നിങ്ങൾ പ്രവേശിക്കരുത്. അനർഹരായ, അർഹതയില്ലാത്ത ആളുകൾ പിൻവാതിലിലൂടെ പ്രവേശിച്ച് അർഹതപ്പെട്ട ആളുകളല്ലാതെ ആ സ്ഥാനത്ത് എത്തിപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. മനുഷ്യ സമൂഹം മുഴുവൻ അതിന്റെ പ്രത്യാഘാതങ്ങളും അതിന്റെ ഭവിഷ്യത്തും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അത് പുണ്യകരമായ കാര്യമല്ല. നിങ്ങൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതൊരു വൈദ്യ, ഏതൊരു സ്ഥാപനമാണെങ്കിലും, ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും, ഏതൊരു ആശയമാണെങ്കിലും, ഒരു ഭരണകൂടമാണെങ്കിലും അതിന്റെ ശരിയായ വാതിലിലൂടെയാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത് എന്ന ലോകത്തിന് വഴികാട്ടിയാകേണ്ട ഒരു വചനത്തെയാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടത്. ഒരു വീടും ആ വീട്ടിലേക്കുള്ള പ്രവേശിക്കലും അവിടേക്കുള്ള വിസർജനമാക്കി മാറ്റിയത് സംഭവിച്ചതാണ്. ഖുർആൻ മനുഷ്യ സമൂഹത്തിന്, മാനവരാശിക്ക് വഴികാട്ടിയാകേണ്ടതായിരുന്നു. ഒരു അധ്യാപകനാണ്. അപ്പൊ ഞാൻ എന്റെ ജോലിയെ കുറിച്ച് ഏതെങ്കിലും നിലയ്ക്ക് എവിടെ നിന്നെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി അനർഹമായ രീതിയിൽ ലക്ഷങ്ങൾ കൊടുത്ത് പിന്നാമ്പുറത്തുകൂടി ഈ ജോലി കരസ്ഥമാക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസം, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ട ആത്മാർത്ഥമായി അറിവും വിദ്യയും നേടിയ ആത്മാർത്ഥതയുള്ള അധ്യാപകർ അവിടെ നമസ്കരിക്കപ്പെടുകയും അവർ തടയപ്പെടുകയും അവർ ഒഴിവാക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. അത് ഒരു മേഖല. പിന്നാമ്പുറത്തുകൂടി ജോലി കരസ്ഥമാക്കുമ്പോൾ, ഒരു സ്ഥാപനത്തിന്റെ, ഒരു ആശയത്തിന്റെ ഏതെങ്കിലും പിന്നാമ്പുറത്തുകൂടി കയറുമ്പോൾ അതുകൊണ്ട് ലോകത്തിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇത് ചില്ലറ കാര്യമല്ല. ഒരു ഭരണം, ലോകത്തിന്റെ ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈജിപ്തിലായാലും സിറിയയിലായാലും ഇങ്ങനെ നിരവധി അറബ് രാജ്യങ്ങൾ, മറ്റു പല രാജ്യങ്ങളും അട്ടിമറിക്കപ്പെടുന്നത് പിന്നിലൂടെയുള്ള കുതിരക്കച്ചവടത്തിലൂടെ അധികാരത്തിൽ വരാനുള്ള ശ്രമങ്ങളാണ്. അത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നതും, ആ രാജ്യത്തെ ജനങ്ങൾക്ക് നന്മ നിഷേധിക്കപ്പെടുന്നതും, ആ രാജ്യത്തെ ജനങ്ങളുടെ പുരോഗതി നിഷേധിക്കപ്പെടുന്നതിനും അത് കാരണമാകുന്നു. ഇങ്ങനെ ഓരോ മേഖലകളും നിങ്ങൾ എടുത്തു നോക്കൂ. വൈദ്യശാസ്ത്ര രംഗത്ത് നല്ല പഠിക്കാനും നല്ല സമർത്ഥരും കഴിവും ബുദ്ധിയും വിവരവുമുള്ള വിദ്യാർത്ഥികൾ തടയപ്പെടുകയും കാശുള്ളവൻ ലക്ഷങ്ങൾ, നിരവധി ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ആ സീറ്റുകൾ അല്ലെങ്കിൽ അനർഹമായ ആ ജോലി കരസ്ഥമാക്കുമ്പോൾ, സീറ്റ് കരസ്ഥമാക്കുമ്പോൾ ശരിയായ രീതിയിലുള്ള ചികിത്സയും
ശരിയായ രീതിയിലുള്ള പരിചരണവും കിട്ടേണ്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രോഗികളാണ് അവിടെ അനാഥമാകുന്നത്. അവരുടെ ജീവിതമാണ് പരീക്ഷണത്തിന് വിധേയമാകുന്നത്. അപ്പൊ ഒരൊറ്റ വചനം അട്ടിമറിക്കപ്പെട്ടതിന്റെ തിക്തഫലാണ് ലോകം ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം. ഒരൊറ്റ ആയത്താണത്തേത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വചനമാണ്. എന്താ പറയുന്നത്? അബുവാബ് എന്നുള്ളത് വാതില് എന്നുള്ളത് അടുക്കളവാതിലാണ്, ബൈബിൾ എന്നുള്ളത് വീടാണ്. അബുവാബ് മുന്നിലൂടെ പ്രവേശിക്കണം എന്നുള്ളതാണ്. വീട്ടിന്റെ മുന്നിക്കുടികൾ വീട്ടിലേക്ക് കിടക്കണമെന്നാണ്. അപ്പൊ പറയുന്ന ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. പക്ഷെ അത് ലോകത്തിന് വഴികാട്ടേണ്ട മഹത്തായ ഒരു ആശയവും മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്പെടേണ്ട ഉന്നതമായ ഒരു മൂല്യവുമാണ്, ആശയവുമാണ് തകർക്കപ്പെട്ടത്. അത് ലോകം തിരിച്ചറിയുന്നില്ല. അപ്പൊ നമ്മൾ എന്തിനാ ഈ ഖുർആൻ ഇങ്ങനെ വായിക്കണം എന്ന് പറയുന്നത്? ഇതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് എന്തെങ്കിലും നമ്മളെ പോകേണ്ടത് കിട്ടുമെന്ന് ആലോചിക്കാനാണ്. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ അത് നിസ്സാരമായ ഒരു മൂവ്മെന്റ് തുടങ്ങി അന്താരാഷ്ട്ര ഒരു ഭരണകൂടം വരെ പാലിക്കേണ്ട ഉന്നതമായ ഒരു മര്യാദയാണ്. ഒന്നിക്ക് പിന്നാമ്പുറത്ത് കൂടി കുതികാലി വെട്ടിയിട്ടോ അനർഹമായ മാർഗത്തിലോ അല്ലെങ്കിൽ അവരുടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടോ ആ സ്ഥാനമാനങ്ങൾ കൈയടക്കി അതിനെ നശിപ്പിക്കാമെന്ന് പറയുന്ന ഈ പദ്ധതി ഖുർആനിക വിരുദ്ധമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അതായത് വീട്ടിക്കിടക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. അതാണ് കുയ്യൂത്ത് എന്ന് പറയുന്നത്. ബൈബിൾ എന്ന് പറഞ്ഞാൽ വീടെല്ലാം യാഥാസ്ഥിക വിഭാഗം വരെ ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഔദ്യോഗിക ഇതൊക്കെ സാധാരണ എന്നെ അവരെ ബൈബിൾ എന്ന് പറയുന്നത് യഥാർത്ഥ വീടല്ല, ആശയമാണ് എന്ന് കേരളത്തിലെ തനി യാഥാസ്ഥികരായ ആളുകൾ വരെ പറയാൻ തുടങ്ങി. നമ്മൾ 2003 ഞാൻ 2003 2002 ഞാൻ മൗലവ്യാനത്തിന് അന്ന് പറഞ്ഞപ്പോ നമുക്കെതിരെ ഇവിടെ ഒരു മാസികയിൽ എഴുതാത്തതും കാണിച്ചത് ബൈബിൾ എന്ന് പറഞ്ഞാൽ വീടല്ലത്രേ, അതൊരു സ്ഥാപനമാണ്, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതൊരു വ്യവസ്ഥയാണ്, അതൊരു ആശയമാണ് എന്ന് പറഞ്ഞപ്പോ അതേ ഖുർആനിൽ എവിടെ നിങ്ങൾ വായിച്ചാലും ശരിയാവുള്ളൂ. അല്ലാതെ ഇന്ന അവല ബൈക്കിന് എന്ന് പറയുന്നതാണല്ല. നമ്മൾ നിരവധി തവണ വിശദീകരിക്കുന്നത്. അപ്പൊ ഖുർആനിലെ ഓരോ പദങ്ങളും അതിന്റെ തലത്തിൽ, അതിന്റെ ആശയ തലത്തിൽ തന്നെ വിശദീകരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതന്നെയാണ് യൂസുഫ് നബിയുടെ കഥ പറയുന്നിടത്ത് ആ സ്ത്രീയല്ല, ആ സമൂഹം വാതിലുകൾ അടച്ചു എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള വഴികളൊക്കെ അടച്ച് അദ്ദേഹത്തെ അവരുടെ ഇംഗിതത്തിന്, അതായത് ഒരു പിന്നാമ്പുറത്തുകൂടി ഭരണത്തെ അട്ടിമറിക്കാൻ ആ സമൂഹം അദ്ദേഹത്തിന്റെ നെഫ്, അദ്ദേഹം ഏതൊരു പൈപ്പിലായിരുന്നുവോ, ഏതൊരു ആശയത്തിലായിരുന്നുവോ ആ ആശയത്തിൽ നിന്ന് അദ്ദേഹത്തെ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി അതിൽ നിന്ന് അദ്ദേഹത്തെ തെറ്റിച്ച് ഇവരുടെ ഇംഗിതത്തിനും ഇവരുടെ ആവശ്യങ്ങൾക്കും ഇവരുടെ മോഹങ്ങൾക്കും അദ്ദേഹത്തെ വിധേയനാക്കാൻ അവർ ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞു, കാലമാകാനുള്ള ഞാൻ ദൈവത്തിന് അഭയം തേടുകയാണ്, ഞാൻ അതിന് തയ്യാറല്ല. അള്ളാഹുവിൽ അഭയം തേടുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൽ ശരണം തേടുക എന്ന് പറഞ്ഞാൽ ദൈവികമായ മൂല്യങ്ങളിൽ ഞാൻ ശരണം തേടുകയാണ്. സത്യം വിട്ടിട്ട്, നീതി വിട്ടിട്ട്, ധർമ്മം വിട്ടിട്ട്, ന്യായം വിട്ടിട്ട് ഞാൻ ഒന്നും പ്രവർത്തിക്കാൻ തയ്യാറല്ല. അതാണ് അള്ളാഹുവിൽ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ. അതാണ് അള്ളാഹുവിൽ ശരണം പ്രാപിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അവര് പറഞ്ഞു, ഹൈത്തലക്ക, ഞങ്ങളുടെ ആവശ്യത്തിലേക്ക് നീ വരിക. അപ്പൊ വല്ലക്കത്തിൽ അബുവാബ് അദ്ദേഹത്തിന്റെ മുമ്പിൽ എല്ലാ വാതിലുകളും അടച്ചിട്ട്, അദ്ദേഹത്തിന്റെ മുമ്പിൽ വഴികളൊക്കെ അടച്ചിട്ട് ഇതിന് അദ്ദേഹത്തെ നിർബന്ധിക്കാൻ ചെയ്യുന്നത്, നീ ഈ നിന്റെ തെയ്യിലായ, നിന്റെ മാലിക്കായ, നിന്റെ അസീസായ ഈ രാജാവിനെ പിന്നാമ്പുറത്തുകൂടി അട്ടിമറിച്ച് ഞങ്ങൾ ഭരണം നിന്നെ ഏൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നീ തയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, കാലമാകുക, ഞാൻ അള്ളാഹുവിലാണ് അഭയം തേടുന്നതെന്ന ദൈവികമായ മൂല്യങ്ങളിൽ സത്യം അത് ദൈവികമാണ്, നീതി അത് ദൈവികമാണ്, നന്മ അത് ദൈവികമാണ്, അതാണ് ഇന്നല്ലാഹുവിൽ അതിന് വലിയ കരുണ അത് ദൈവികമാണ്, സത്യം ഇങ്ങനെ ദയ, ഇങ്ങനെ ദൈവികമായ ഈ മൂല്യങ്ങൾ എന്തൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ അത് ഹക്ക്. മനുഷ്യരുടെ അവകാശങ്ങൾ ദൈവികമാണ്, അതാണ് ഹക്ക്, അവകാശങ്ങൾ. ഈ അവകാശങ്ങളാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യരുടെ ഹക്കുകളെ കുറിച്ചാണ്, മനുഷ്യരുടെ അവകാശങ്ങളെ കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. ഇതിങ്ങനെ ദൈവികമായി എന്തൊക്കെയുണ്ടോ അതിലൊക്കെ ഞാൻ ശരണം തേടുകയാണ്. ദൈവത്തെ വിട്ടുകൊണ്ട് കളിക്കാൻ ഞാൻ തയ്യാറല്ല. ഇതാണ് ഇത് വലിയ പാഠമാണ് ലോകത്തിന് നൽകുന്നത്. നമുക്ക് തോന്നുന്ന ഒരു വാക്കല്ലേ അട്ടിമറിക്കുന്നത്.
ഒരു ചെറിയ ഒരു വാക്കാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നതെങ്കിലും ലോകത്തിന് ഗുണകരമായേണ്ട ഒരു ഈ ഇസ്ലാമിക രാജ്യം ഈ ഒരൊറ്റ ആയത്ത് നടപ്പിലാക്കാൻ ഇസ്ലാമിക രാജ്യം ഈ കലാപങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ജനാധിപത്യ രീതിയിൽ ആളുകൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ആളുകൾ തെരഞ്ഞെടുക്കുന്ന അവർ ആവശ്യപ്പെടുന്ന ഭരണകൂടങ്ങൾ അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. പിന്നാമ്പുറത്തുകൂടി അധികാരങ്ങൾ കൈവയ്ക്കുന്നതിന്റെ എതിരാളികളെ കൊന്നൊടുക്കുന്ന ഈ സ്ഥിതിവിശേഷം ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ അവസാനിക്കുന്നത് ഈ ഒരൊറ്റ ആയത്തുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഖുർആൻ ശരിയായ രൂപത്തിൽ വായിക്കപ്പെടാത്തതിന്റെ തിക്തഫലമാണ് ലോകം ഇന്ന് അനുഭവിക്കുന്നത് എന്ന്. ലോകം ഇന്ന് അനുഭവിക്കുന്നതാണ് ഒരാൾ എഴുതിയത് കണ്ട് പണ്ഡിതന്മാരൊക്കെ ചർച്ച ചെയ്യുന്നത് അസഹിയാത്തിൽ എങ്ങനെ വിരലിളക്കണോ ഇളക്കണ്ടേണോ. ഒരു സൈറ്റിൽ വിലമാക്കൾക്കിടയിൽ എസ്തലാമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് കാര്യത്തിൽ? ഈ സഭാപത്തി വിരൽ ചൂണ്ടുന്ന കാര്യത്തിൽ അസഹിയാത്തിൽ. അതിന്റെ ഇപ്പത്ത് ഉണ്ട് സമക്കണൽ ഉലമാവ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി കഴിഞ്ഞു. എന്ത്? ആ സമിതിയില മാറ്റിവെക്കാൻ കൽബത്തിനായി കൃത്രിമ ഹൃദയം മരിയുന്ന രോഗി. അപ്പൊ ലോകം അവിടെയാണ് നിൽക്കുന്നത്. മുസ്ലിം പണ്ഡിതന്മാർ അസഹിയാത്തില് വേറെയാണ് ഇളക്കണോ ഇളക്കണ്ടേ എന്നുള്ള തർക്കത്തിലാണ്. രണ്ട് വ്യത്യാസങ്ങളാണ് ഈ എഴുതിക്കുന്ന ഒരു പണ്ഡിതൻ. രണ്ട് വ്യത്യാസങ്ങൾ. ഒരു വ്യത്യാസം എന്താണ്? ഉലമാവും സഭാപത്തി. സഭാപത്തിൽ തന്നെ വിരല് ചൂണ്ടാണ്. പിന്നെ അസഹിയാത്തിൽ അസഹിയാത്തിൽ വിരല് ചൂണ്ടണ്ടേ എന്ന കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഉലമാക്കൾ ശബ്ദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേടത്ത് ഉലമാക്കൾ മറ്റേ സ്ഥലത്ത് പറയുന്നു ശാസ്ത്രജ്ഞന്മാർ കൃത്രിമ ഹൃദയം മാറ്റിവെച്ച് രോഗിയെ രക്ഷപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതാണ് ലോകം എന്ത് വഹിക്കാൻ പോകുന്നത്. എന്താ ഖുർആനിന് ലോകം മാറിയാൽ? ആരെന്നോട് ചോദിച്ചു എന്താന്ന് ഈ മതം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന്? ഈ മതം ഇന്ന് ലോകത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലാണ്. പള്ളികൾ ഒരുപാടില്ലാതാവും. ആ കാശൊക്കെ ജനങ്ങൾക്ക് കിട്ടും. ഈ പറയുന്ന തീർത്ഥാടനങ്ങൾ ഒരുപാടില്ലാതാവും. ആ കാശൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും അവരുടെ ഭക്ഷണത്തിനും അവരുടെ പാർപ്പിടത്തിനും ഉപയോഗിക്കാനാവും. ഈ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് അവസാനിക്കും. അതുപോലെ തന്നെ ഈ ശബ്ദമലിനീകരണങ്ങൾ കൊണ്ടും മനുഷ്യരുടെ സ്വയം കെടുത്തലുകൾ ഇല്ലാതാവും. എന്താണ്? ലോകത്ത് നിന്ന് മതം ഇല്ലാതാക്കിയാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പറ്റും? ലോകത്തിന് ഒരുപാട് ഗുണം കിട്ടുന്നത്. ലോകത്തിന് ഒരുപാട് ഗുണം കിട്ടും. കോടിക്കണക്കിന് രൂപയാണ് ഒരു പള്ളിയെ മതം ഇല്ലാതായ പള്ളികളും അമ്പലങ്ങളും ചർച്ചകളും ഇല്ലാതായാൽ കോടി പണമാണ് മനുഷ്യരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ പാർപ്പിടം, അവരുടെ ഭക്ഷണം, ജീവിത സൗകര്യങ്ങൾക്ക് പണം വെക്കുന്നത്. തീർത്ഥാടനങ്ങൾക്ക് ഓരോ മതങ്ങളും ചിലവഴിക്കുന്ന കോടികളാണ് അവർക്ക് കിട്ടുന്നത്. എത്രയാണ് എനിക്ക് പറയാൻ കഴിയില്ല. അത്രമാത്രം ജനങ്ങൾക്ക് ഈ സമ്പത്ത് വിദ്യാർത്ഥിക്കാം. പക്ഷെ തീരില്ലെങ്കിൽ ലോകത്തിന് ഇനിയും മുന്നോട്ട് പോകില്ലാണ്. ഇതാണ് മതമില്ലെങ്കിൽ ഗുണാണ് ലോകത്തിന്. പക്ഷെ തീരില്ലെങ്കിൽ ഖുർആൻ പറയുന്ന അടിസ്ഥാന വേദങ്ങൾ പറയുന്ന തീര് ലോകത്തില്ലെങ്കിൽ ലോകം ഒരു ഇഞ്ച് അങ്ങനെ മുന്നോട്ട് പോകില്ല. സത്യമെന്ന് പറയുന്നത് ലോകത്ത് ഇല്ലെങ്കിൽ, നീതി എന്ന് പറയുന്നത് കുറെയെങ്കിലും ലോകത്തില്ലെങ്കിൽ, ധർമ്മം എന്ന് പറയുന്നത് ലോകത്ത് അല്പമെങ്കിലും ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ കരുണ എന്ന് പറയുന്നത് ലോകത്ത് അല്പമെങ്കിലും ഇല്ലെങ്കിൽ, അതുപോലെ തന്നെ അക്രമങ്ങളാണ് ലോകത്ത് നടക്കുന്നതെങ്കിൽ ലോകം ഒരു ഇഞ്ചാണ് മുന്നോട്ട് പോകില്ല. അത് ദീനും മതവും തമ്മിലുള്ള വ്യത്യാസം ചെറിയ വ്യത്യാസമുണ്ട്, വളരെ ചെറിയ വ്യത്യാസമുണ്ട്. അതാണ് ഈ മതങ്ങളാണ് ഇല്ലാതായ മതി ദീനം സ്ഥാപിക്കാൻ എന്നൊക്കെ പറയുമ്പോ കേൾക്കുന്നത് വളരെ സിമ്പിളാണ്. ഇത് ലോകത്തൊന്നും ഈ മതത്തെ നിരോധിക്കപ്പെട്ട ദീനം നടപ്പാക്കിയാൽ ലോകം അറിഞ്ഞോ അറിയാതെയോ സത്യം ഇവിടെ പറയുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ലോകം അക്രമം പ്രവർത്തിക്കുന്നില്ല. കുറെയെങ്കിലും ഒരു 60% കുറെയെങ്കിലും നീതി ലോകത്ത് നടപ്പിലാകുന്നുണ്ട്. കുറെയെങ്കിലും കരുണ, ആർദ്രത ചില രാജ്യങ്ങളിൽ നടപ്പിലാകുന്നുണ്ട്. ഇത് കുറച്ചെങ്കിലും ലോകത്ത് നടപ്പിലാകുന്നത് കൊണ്ടാണ് സത്യവും നീതിയും ധർമ്മവും കുറെയെങ്കിലും നടപ്പിലാകുന്നത് കൊണ്ടാണ് ലോകം ഇങ്ങനെയെങ്കിലും പോകുന്നത്. അപ്പൊ അതൊരു 100%-ലേക്കോ ഒരു 80%-ലേക്കോ ഈ നീതി നടപ്പിലാക്കിയ ലോകത്തിന്റെ അവസ്ഥകൾ ആലോചിക്കാൻ ലോകം എത്ര മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ലോകം മാറിപ്പോകും. അതാണ്. അപ്പൊ ഈ മതമാണ് ലോകത്തിന് അപകടം. മതം തെറ്റി എന്താ സംഭവിക്കുക? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ലോകം എത്രയോ പുരോഗതിയിലേക്ക് പോകും. അതാ
അതുകൊണ്ട് ഈ മതമാണ് ഇവിടെ ഉണ്ടാകുന്നത്. മതം ആരുണ്ടാക്കിയതാണ്? മനുഷ്യരുണ്ടാക്കിയതാണ്. മതം മനുഷ്യരുണ്ടാക്കിയതാണ്. ദീനാണ് ദൈവികം. ദീൻ ദൈവികമാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന നമ്മുടെ മുന്നിൽ തന്നെ നശിച്ച് നാമാവശേഷമാകുന്ന ആളുകളുടെയും വ്യക്തികളുടെയും ആൾദൈവങ്ങളുടെയും അവരുണ്ടാക്കിയ മതമാണ് ലോകത്തിന് അപകടം. നശിക്കാത്ത നശ്വരമായ ഒരു വസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ലോകത്തിന്റെ ആവശ്യമാണ്. അതില്ലാതെ ലോകത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണെന്ന് പറയുന്നത്. നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മളെ പോലെ തന്നെ നശിച്ച് നാമാവശേഷമാവുന്ന മണ്ണായി പോകുന്ന ഒരാളുടെ ആശയത്തെയോ ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. ഒരിക്കലും നശ്വരമല്ലാത്തവർ ആശയത്തെയാണ് നാം ആശ്രയിക്കേണ്ടത്. അതാണ് ദൈവികത. ഇവിടെ ദൈവികതയുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ് എന്ന് പറയാനുള്ളതാണ്. അതാണ് അബുൽ കലാം വരെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചതാണ്. അബുൽ കലാം അതിന്റെ ഗ്രന്ഥം ലോകം കാണാതെ പോയതാണ്. അദ്ദേഹത്തിന്റെ ഫാത്തിഹ സൂറത്തിന്റെ വ്യാഖ്യാനം ഞാൻ വായിച്ചപ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാൾ ഈ കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്ന് ഞാൻ അതിശയിച്ചു പോയി. അയാളുടെ ഫാത്തിഹ സൂറത്തിന്റെ ഒരു മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ ഉണ്ട് അദ്ദേഹത്തിന്റെ അബുൽ കലാമിന്റെ. അദ്ദേഹത്തിന്റെ തഫ്സീർ മുഴുവൻ കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നുകയാണ് ഫാത്തിഹ മാത്രം വായിച്ചപ്പോ. അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ദൈവത്തിന്റെ സാന്നിധ്യം? എന്തിനാണ് ഒരു ദൈവികതയുടെ സാന്നിധ്യം? അതല്ലാത്ത ആളുകളൊക്കെ നശിച്ചു പോകുന്നതാണ്. അവരുടെ ആശയങ്ങൾ നശിച്ചു പോകുന്നതാണ്. അനശ്വരമായ ഒന്ന് ദൈവികത മാത്രമേ ഉള്ളൂ. അതിന് മാത്രമേ ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. അതിനെ മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ തന്നെ നശിച്ച് മണ്ണാവുന്ന ആളുകളെയോ ആളുകളുടെ ആശയങ്ങളെയോ നാം ആശ്രയിക്കാൻ പറ്റില്ല. ഈ മതത്തിൽ നിന്ന്, ഇത്തരം മനുഷ്യനിർമ്മിതമായ മതത്തിൽ നിന്ന് ലോകം മുക്തമായപ്പോഴേ ലോകത്തിനുണ്ടായ പുരോഗതി മുഴുവൻ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്തിനുണ്ടായ പുരോഗതി മുഴുവൻ അതിൽ നിന്നുണ്ടാകണം. നമ്മളിന്ന് അനുഭവിക്കുന്ന പുരോഗതിയുടെ ഈ ഐശ്വര്യത്തിന്റെ ഗുണഫലങ്ങൾ മുഴുവൻ ഈ അന്ധമായ മതത്തിൽ നിന്ന് മുക്തമായ മനുഷ്യർ ലോകത്ത് ഒരുപാടുണ്ടായതുകൊണ്ടാണ്. ഇന്നത്തെ യൂറോപ്പിന്റെ ഈ പുരോഗതിക്ക് കാരണം തന്നെ, അടിസ്ഥാന കാരണം എന്ന് പറയുന്നതിന് വോൾട്ടേറിനെ പോലെയുള്ള ഉന്നതന്മാരായ പല മഹത്തുക്കളുടെ ചിന്തകളാണ്. അവർ ഈ അന്ധമായ മതത്തിൽ നിന്ന് മുക്തമായ ഒരു യൂറോപ്പിന്റെ ഭരണഘടനക്ക്, പക്ഷെ അവിടേക്ക് ദീൻ അറിഞ്ഞോ അറിയാതെയോ അവർ ദീൻ പാലിച്ചു എന്ന് പറഞ്ഞാൽ സത്യവും നീതിയും ധർമ്മവും അവിടെ ആ ഭരണഘടനയുടെ ശില്പിയിലൊക്കെ അവര് സ്ഥാപിച്ചു. അത് പക്ഷെ താത്വികമായി ഞാൻ കുറച്ച് കാര്യങ്ങൾ വേറിട്ട് പറഞ്ഞതാണ്. ഇനി ആ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോ ഖുർആൻ നടപ്പിലാക്കേണ്ട ആവശ്യകത, ഒരു വചനം അതിന്റെ ശരിയായ തലത്തിൽ വായിക്കപ്പെടാതെ പോകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന തിക്തഫലം ലോകത്തിന് ഒരു 50,000 കൊല്ലമൊക്കെ പിന്നോട്ട് ഭരിക്കലാവുന്നതാണ്. വളരെ ചെറിയ കൊല്ലമുള്ളൂ 50,000 കൊല്ലമൊക്കെ ഈ ജനസമൂഹത്തിന്റെ നമ്മുടെ പൂർവികർ ഇതിനേക്കാൾ നന്നായിട്ട് ഈ ഖുർആൻ വായിക്കുന്നതിന് നമ്മളിന്ന് പഠിപ്പല്ലായിട്ട് പുരോഗതിയിലെ ഒരുപാട് ഐശ്വര്യങ്ങൾ ഈ ജനസമൂഹത്തിന് അനുഭവിക്കാൻ കഴിയില്ല. നിരവധി ഒന്നും തന്നെ ഞാൻ പറയാറുണ്ട്. ഖുർആനിൽ ഫജ്രി എന്ന് പറയുന്ന ആ വാക്ക് വായിക്കണം. ഒരു പ്രഭാതത്തിന്റെ വായനയും നീ ഇവിടെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ അതുവരെ ഇവര് നേരം വെളുക്കുമ്പോൾ ഖുർആനോത്താക്കി, നേരം വെളുക്കുമ്പോൾ ഖുർആനോത്താക്കിയത് ആ ആയത്തന്നെ നിങ്ങൾ നോക്കി. കേരളത്തിലെ ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പരിഭാഷയിൽ എഴുതിയത് നോക്കൂ. അവർ മനഃപൂർവ്വം അതിനെ അട്ടിമറിക്കാൻ, അത് നിങ്ങൾ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പരിഭാഷ അവരുടെ സമ്മേളനം അന്ന് നടക്കാൻ അവരുടെ ശ്രീമാമിന്റെ പരിഭാഷയിൽ എഴുതിയ സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് ആകാശത്തിന്റെ മധ്യാഹ്നത്തിൽ നിന്ന്, ഇത് ബ്രാക്കറ്റ, സൂര്യൻ ആകാശത്തിന്റെ മധ്യാഹ്നത്തിൽ നിന്ന്, സൂര്യൻ എന്നുള്ളത് ശരിയാണ്, ആകാശത്തിന്റെ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയത് മുതൽ ആകാശത്തിന്റെ മധ്യാഹ്നത്തിൽ നിന്നുള്ളത് ഒരു അറ്റാക്കിയത. കാരണം സൂര്യൻ എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൂര്യൻ തെറ്റിയത് മുതൽ എന്നിവർക്ക് പറയാൻ കഴിയില്ല. അട്ടിമറി നോക്കണം നിങ്ങൾ. മനഃപൂർവ്വം ഖുർആനിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നോക്കണം നിങ്ങൾ. പേര് ഞാൻ പറയാം, ചെറിയ പരിഭാഷ വായിക്കുന്നത് അതാണ് ഇപ്പൊ ഏറ്റവും നല്ല പരിഭാഷ എന്ന് പറയുന്നത് മലയാളത്തിൽ. അതിനാണ് സൂര്യൻ എന്നിട്ട് ബ്രാക്കറ്റില് ആകാശത്തിന്റെ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയിരുന്നത്. സൂര്യൻ തെറ്റുന്നതിൽ മുതലേ ഉള്ളൂ.
അത് മുതലൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ സുജോഗ്യമാണ് തെറ്റിക്കുന്നതിന് വേണ്ടി തെറ്റിക്കുന്നതിന് വേണ്ടി തന്നെ അതിന് അർത്ഥമുള്ളൂ. നിലാവസത്തിലേക്കുന്നത് രാത്രി ഇരുട്ടുന്നത് വരെയെന്ന് ചെയ്യുന്നത് ബ്രാക്കറ്റിൽ നിശ്ചിത സമയങ്ങളിൽ. കാരണം സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ നിസ്കരിക്കാമെന്ന പിന്നെ ഒരു നിസ്കാരത്തിന് പോകാൻ സമയം ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് അവരെന്ത് ചെയ്തത്? സൂര്യൻ തെറ്റാമെന്ന് രാവിലെ മുതൽ സൂര്യൻ തെറ്റുന്നുണ്ടല്ലോ. നമ്മുടെ കാഴ്ചയിൽ അല്ലാത്ത സമയത്ത് സൂര്യൻ നിരന്തരം തെറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ കാഴ്ചയിൽ തന്നെ രാവിലെ നേരം വന്ന് സൂര്യൻ ഉദിച്ചത് മുതൽ തെറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് മധ്യാഹ്നത്തിന് തെറ്റലാക്കണം. അതിനെന്ത് ബ്രാക്കറ്റിൽ ആകാശത്തിന്റെ മധ്യാഹ്നത്തിൽ എന്നാക്കി മാറ്റി, ആകാശത്തിന്റെ മധ്യാഹ്നത്തിൽ എന്നാക്കി മാറ്റി. ഇരുട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഇരുട്ടുന്നത് വരെ ഞാൻ നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അതിനെ നിശ്ചിത സമയങ്ങളിൽ എന്നാക്കി. അപ്പൊ നിങ്ങൾ ചെറിയപ്പണത്തിന്റെ വരുമാനത്തെ വീട്ടിലേക്ക് പോയി ഈ അച്ഛമണി കാണാം, ഈ അച്ഛമണി കാണാം. എന്തൊക്കെ പറയുന്നതാണത്? പ്രഭാതത്തിലെ ഖുർആൻ പാരായണത്തോട് കൂടിയ പ്രഭാത നമസ്കാരവും എവിടെ കിട്ടി ഈ ഖുർആൻ പദ്ധതി എന്നുള്ളത് എന്തെങ്കിലും അർത്ഥം? പ്രഭാതത്തിലെ ഖുർആൻ പാരായണത്തോട് കൂടി പ്രഭാത നമസ്കാരവും നിങ്ങൾ നിലനിർത്തുക. എവിടുന്ന് കിട്ടി? ഖുർആനിൽ പദ്ധതി എന്ന ഒരൊറ്റ വാക്കിന്. പ്രഭാതത്തിന്റെ ഒരു പുലരിയുടെ വായന ഒരു നേരം പഠിപ്പിക്കാനുള്ള വായന. ആൾക്കാർക്ക് നേരം പഠിപ്പിക്കാനുള്ള ഒരു വായനയും ലോകത്തിൽ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, സ്ഥാപിക്കണമെന്നേ അതിനുള്ളൂ. എന്താ നേരം പഠിപ്പിക്കാൻ? ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു. എന്താ നേരം പഠിപ്പിക്കാൻ? ലോകം നേരം പഠിപ്പിച്ചുകൊണ്ടാണ് ഞമ്മക്ക് ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയത്. നമ്മളിത് തിരിച്ചാക്കാനാണ് നോക്കുന്നത്. ലോകം നേടിയ നേരം പഠിപ്പിക്കലൊക്കെ അതിന് പോയി തിരിച്ചാക്കാൻ. ലോകം ഒരു എയർപോർട്ട് കണ്ടുപിടിച്ച് വെളിച്ചം പുലരിയാക്കിയാൽ നേരം പഠിപ്പിച്ച അവിടെ കൊണ്ടേ പോകുന്നു. നമ്മുടെ പണികളൊക്കെ ഇരുട്ടാക്കല. ലോകം ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ച് ലോകം നേരം പഠിപ്പിച്ച് ആളുകൾക്ക് നേരം പഠിപ്പിച്ച് സൗകര്യങ്ങളൊക്കെ ആക്കി കൊടുത്താൽ അവിടെ കൊണ്ടേക്ക് വെക്കുമ്പോൾ അങ്ങനെ ലോകം നേരം പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എവിടെയൊക്കെ നടത്തുന്നുണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയി അതിനെ ഇരുട്ടാക്കാനുള്ള പണിയാക്കി സൗകര്യം ചെയ്യണത്. കാരണം ഈ ആയത്ത് നേരം ഖുർആനിൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ഫജ്റിന്റെ വായനേ ഉള്ളൂ. എവിടുന്ന പ്രഭാതത്തിലെ ഖുർആൻ പാരായണത്തോട് കൂടിയുള്ള പ്രഭാത നമസ്കാരവും എന്ന് എവിടുന്ന് കിട്ടി? ഞാൻ അതിന് പറഞ്ഞു സലാത്തൽ ഫജ്രി ഖിറാഅത്തി ഖുർആനിൽ ഫജ്രി എന്നാക്കണം. ആ അർത്ഥത്തിലോ സലാത്തൽ ഫജ്രി നീ സലാത്തൽ ഫജ്റും സ്ഥാപിക്കണം. എങ്ങനെ? ഖിറാഅത്തി ഖുർആനിൽ ഫജ്രി പ്രഭാതത്തിലെ ഖുർആൻ പാരായണത്തോടൊപ്പം. അതിന് അങ്ങനെ വേണം. അതിന് പോക്കറ്റിൽ കുറച്ച് പോക്കറ്റിന് ചേർത്തേണ്ടി വേണം. വേറെ താങ്ങാറൊന്നുണ്ട്. ഒരു സലാത്തൽ പുസ്തകം വരെ കൊണ്ടേക്ക് അസർക്കാരാക്കി, മൈനിസ്കാരാക്കി, നൂറുസ്കാരാക്കി, സുബൈസ്കാരാക്കി, നയ്യത്തുസ്കാരാക്കി, ദുർഗാസ്കാരാക്കി, പിന്നെ അതാണ് പിന്നെ എല്ലാ അഭിപ്രായമുണ്ട്. അതിൻ്റെ ഇതിനൊക്കെ അനീതുണ്ട്. ഇങ്ങനെ ഉണ്ടാവും ഒരു പ്രവാചകങ്ങളുടെ വിഷയത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയും. സലാത്തൽ പത്രമെന്ന മുഖ്യമായ അഭിപ്രായം, സലാത്തൽ പുസ്തകം പ്രബല അഭിപ്രായം അവിടുക്കാണ്. നാം അനുഗ്രഹമുണ്ട്, എന്നാൽ രാവിലത്തെ പതിവുണ്ട്, എന്നാൽ ദുഹറുണ്ട്, നമ്മുടെ അഭിപ്രായങ്ങളെ അനുസരിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ട്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ബെർജിന ഉസ്താദാണ്, ഈ അറബിയിൽ ഈ ബെർജിന്റെ ഉസ്താദാണ്, ശനിഷാ മൂന്നുപേര്. ഇങ്ങനെ ഓരോ ബെർജിനും പേരുണ്ടാവുകയും ഉസ്താദാണ് മധ്യമിലെന്നാണ്. ഒരൊക്കെ പർവ്വം പറഞ്ഞ് അഞ്ച് നമുക്ക് കുറവിൽ ഉസ്താദാണ് മധ്യനൂറ്റാണ്ടാണ്. കുറവിൽ ഉസ്താദ് മധ്യനൂറ്റാണ്ട് അത് അറബിയിൽ സാധാരണ പ്രയോഗിക്കുന്നതാണ്. കർമ്മ നൂറ്റാണ്ട്, കുറവ് നൂറ്റാണ്ടുകൾ, മധ്യനൂറ്റാണ്ടുകൾ. ഒരു മധ്യമ നിലപാടുള്ള അള്ളാഹുവിന്റെ ദീനാണ് നടപ്പിലാക്കേണ്ടതെന്ന് ഒരൊറ്റ വാക്കുകൾ. അതന്നെ ലോകത്ത് എത്രയും ഇത് പറയാൻ കഴിയില്ല. ആ ആശയം ഒരു നിയമനിർമ്മാണം ഒരു ലോകത്ത് ഒരു വീട്ടിലായാലും ഒരു സ്ഥാപനത്തിലായാലും ഒരു പ്രസ്ഥാനത്തിലായാലും ഒരു രാജ്യത്താണെങ്കിലും സലാത്തിൽ കുറിച്ചായിരുന്നു മധ്യമ നിലപാടോടുകൂടി അവർ ഈ ജഗത്തിലാണ് അവർ നടപ്പിലാക്കേണ്ടത്. ഒരു നിയമമല്ല എങ്ങനെയായിക്കോട്ടെ, എങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആകെ കാലോട്ട് പോകാൻ പാടില്ല.
മര്യാദയ്ക്ക് നിങ്ങൾ ഇത് അനുസരിച്ചേ പറ്റൂ എന്ന കഠിനമായ നിയമനിർമ്മാണത്തിലേക്ക് അങ്ങനെ എത്രയെങ്കിലേക്ക് അതിന്റെ പാലിന്യത്തിലേക്ക് പോകാൻ പാടില്ല. രണ്ടിന്റെയും മധ്യത്തിലുള്ള ഒരു ബുദ്ധിമുട്ട സമീപനമാണ്, ഒരു മൈൽഡായ, ഒരു സോഫ്റ്റായ, ഒരു ബുദ്ധിമുട്ട സമീപനമാണ് നിങ്ങൾ അല്ലാഹുവിന്റെ സലാത്ത് നടപ്പിലാക്കുമ്പോൾ, അവന്റെ വിധികളെക്കുറിച്ച് നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതാണ് നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്. നിങ്ങൾ അതുകൊണ്ടേ പലർക്കും ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കാൻ മതിയാവുള്ളൂ, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാൻ മതിയാവുള്ളൂ എന്ന് ഞാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞത് ആശയങ്ങൾ നിങ്ങൾ പറയാൻ നോക്കുന്നത്. നേരെ മറിച്ച് ഇതല്ലേ നല്ലത്, ഇങ്ങനെയല്ലേ ഗുണകരം, ഇതല്ലേ ഖുർആനോട് യോജിക്കുന്നത്, ഇതല്ലേ ഇത് അനുസരിക്കുന്നതല്ലേ നമുക്ക് നല്ലത് എന്ന് അതിന്റെ ഒരു ഒരു മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ കാര്യം പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കണോ? അതുകൊണ്ടാണ് അത് നിങ്ങൾ കാത്തു സംരക്ഷിക്കണം. അതായിരിക്കണം ദാസത്തോട് അനുസരണമാക്കി ഒമ്പരാത്തിൽ ഉണ്ടായെന്ന് പറയുന്നത്. ഏകാധിപത്യത്തിലേക്ക് പോക്കാണ് അതിരി കവിയൽ. സലാത്തിന് അതിരി കവിഞ്ഞാൽ ഏകാധിപത്യത്തിലേക്ക് പോകും. കഠിനമായ നിയമങ്ങൾ കൊണ്ടൊരു സമൂഹത്തെ വലിഞ്ഞു മുറുക്കാൻ അത് എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇത് ജോലി കിട്ടിയ കാലഘട്ടത്തിൽ കുട്ടികളെ വല്ലാതായിട്ട് അതേ കുട്ടികളെ സൈക്കോളജി എന്ന് പറയുന്നത്. കുട്ടികളെ അടിയാണ് കിട്ടിയ ഒരു തിരിഞ്ഞിട്ടൊരു പോക്കുണ്ട്. അവർ രക്ഷിതാവാണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ക്രൂരമായി കർക്കശമായ നിയമങ്ങൾ കൊണ്ട് കുട്ടികളെ വലിഞ്ഞു മുറുക്കി വളർത്തുന്ന വീട്ടിലെ കുട്ടികൾ അധികം വൈലക്ഷ്യങ്ങളാകാൻ അവർക്ക് സ്വതന്ത്രമായ ഒരു അവസ്ഥയിലേക്ക് അവർ വളർത്തുവരുന്നതായ. നേരെ മറിച്ച് അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് അവരോടും കൂടി അഭിപ്രായം ചോദിച്ചുകൊണ്ട് അവർക്ക് തന്നെ വേർക്കല്ല. ഇബ്രാഹിമിന്റെ കഥ പറയുമ്പോഴാണ് അപ്പൊ ഞാൻ പറയുന്ന പോലെ വിജയം അത് മാത്രം തന്നെ അത് പരിഗണിക്കുള്ളൂ. അപ്പൊ അവരുടെ സലാത്തുണ്ട എന്ന് പറയുന്നത് അത് മാത്രം ഒരു മധ്യമ നിലപാടാണ്. നമ്മൾ ഏത് രംഗത്തും നോക്കും, ഒരു ഭരണകൂടമാണെങ്കിൽ, ഒരു വീടാണെങ്കിൽ, ഒരു നേതാവാണെങ്കിൽ, ഒരു പിതാവാണെങ്കിൽ ഒക്കെ ഒരു മധ്യമ നിലപാടുകൾ കൂടിയാണ് അവിടുത്തെ സലാത്ത് അവരുടെ വിധിവിലക്കുകളിൽ നിന്ന് നടപ്പിലാക്കേണ്ടത്, കാത്തു സംരക്ഷിക്കേണ്ടത്. അത്തരം ഒരു വിധിവിലക്കുകളിൽ നിന്ന് ജീവിതത്തിൽ കാത്തു സംരക്ഷിക്കണം. മറ്റത് അതിന് കവിഞ്ഞാൽ ഇസ്ലാമായാൽ അതിന് കവിഞ്ഞാൽ അത് ദൈവവിരുദ്ധമാണ്, അത് ഇസ്ലാമിന്റെ പുറത്താണ്, അത് വിപരീത ഫലമാണ് ചെയ്യാം, അത് ഗുണമല്ല ചെയ്യാം. വളരെ താഴേത്തട്ടിലേക്ക് പോയിട്ട് നിങ്ങൾ തോന്നിയ പോലെ ജീവിച്ചോളൂ, ഒരു നിയമം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന് ദോഷമാണ്. രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മധ്യമമായ ദൈവികമായ വിധിവിലക്കുകൾ ആ നിലക്ക് നിങ്ങൾ ഇവിടെ നടപ്പിലാക്കുകയും മനസ്സിലാക്കുകയും അത് കാത്തു സംരക്ഷിക്കുകയും ചെയ്യണം. എന്താണ് അത്? നിസ്കാരം. ഇങ്ങനെ ഇതിപ്പോൾ നിസ്കാരാക്കാൻ എവിടുന്നാ ഇത് ഉണ്ടാകും? നീ ആ നിസ്കാരം തന്നെ തൊട്ട് വന്നാൽ വൈദ്യ ഹെൽപ്പം നിങ്ങൾക്ക് ഭയമാണെങ്കിൽ പരിചാരം നടന്നിട്ട് എങ്ങനെ നടന്നിട്ട് നിസ്കരിക്കും? അപ്പൊ ഇവരെന്താ ഞാൻ പറഞ്ഞത്? ഞായറാഴ്ച പറഞ്ഞു. അപ്പൊ ഇവരെന്താ ഉണ്ടായില്ല നടന്നിട്ട് എങ്ങനെ ചോദിക്കാന്ന് വരും പണ്ഡിതന്മാർ. അത് ചോദ്യം വേണ്ട. നടന്നിട്ട് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? റിപ്പോർട്ടും വേണ്ട. നടന്നിട്ട് എങ്ങനെ എഴുതിയതാലും വേണ്ട. പിന്നെ അത് അവസാനം എന്താ അവർ പറഞ്ഞു? മനുഷ്യർ വിചാരിച്ചാൽ മതി. അവിടെ കിയാമ ഒഴിവാക്കാനേ പറഞ്ഞത്. ഒരു പരേഡ് നടത്തുന്ന ആളോട്, ഒരു പരേഡ് നടത്തുന്ന സൈനികനോട് പറഞ്ഞു, നിങ്ങള് പുഷ്പും അതുപോലെ ആയുധത്തിന്റെ എക്സൈസും മറ്റതൊക്കെ നിങ്ങൾ നേരെ ശരിയായി നിന്നിട്ടേക്കണം. പേടിയാണെങ്കിൽ നടന്ന് ചെയ്തോളിക്കാൻ എങ്ങനെയാണ് ചെയ്യാം? എങ്ങനെ വാഹനത്തിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് എങ്ങനെ ഈ അഭ്യാസം ചെയ്യാം? അപ്പൊ അതൊരു ശാരീരിക പ്രകടനമാക്കി മാറ്റിയവര്, ഇതൊരു ശാരീരിക പ്രകടനമാക്കി നമസ്കാരത്തെ ഒരനുഷ്ഠാനമാക്കി മാറ്റിയപ്പോൾ ഈ ബാക്കി പ്രായോഗികമല്ലാതെ വന്നു. ബാക്കി പ്രയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒരു പറഞ്ഞു, നബി പറഞ്ഞിട്ടുണ്ട് സുജൂദ് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ സുജൂദ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, റുക്കൂ ചെയ്യാമെങ്കിൽ റുക്കൂ ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ റുക്കൂവും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, എഴുത്തിലാലും ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ എഴുത്തിലാലും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇടയിലെ ഇരുത്തം വേണമെങ്കിൽ അതും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ അതിലുള്ളതെന്ന് ചോദിച്ചാൽ ഉള്ളിൽ ഓരോ വിളിച്ച പോലെ പിന്നെന്താ ഇല്ല. പിന്നെന്താ മനസ്സിലങ്ങനെ വിചാരിച്ച് നടക്കേനെ. അത് ഞാൻ പറഞ്ഞ പോലെ ഈ സൈനിക പരേഡ് നടത്തുന്ന സൈനികൻ, ഞാൻ ഇപ്പൊ പുഷപ്പാണ്, ഞാനിപ്പോ മെഷീനാണ്, ഞാനിപ്പോ ഷെല്ലിനാണ്, ഞാനിപ്പോ റൈറ്റേഴ്സിലാണ്, ഞാനിപ്പോ ലെഫ്റ്റേഴ്സ്, ഞാനിപ്പോ എന്റെ കൈ ഉയർത്തിക്കാണെന്ന് മനസ്സിലങ്ങനെ വിചാരിക്കും പോലെ ഇവരങ്ങനെ വിചാരിക്കേನೆ. അപ്പൊ ഇത് ആചാരാനുഷ്ഠാനമാക്കിയപ്പോ ഒരായത്തും ഇത് പ്രായോഗികമല്ലാതെ വരികയാണ്. ഒരായത്തും പോലും ശരിക്കും പ്രായോഗികമാണില്ല. ഈ ആചാരാനുഷ്ഠാനാക്കിയപ്പോ എങ്ങനെ നടന്നത് നിസ്കരിക്കാം, എങ്ങനെ രാത്രി മോട്ടോർ
യാത്രക്ക് ബൈക്കുമായ യാത്രയാണല്ലോ. എങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നിസ്കരിക്കാം അറിയില്ല, എങ്ങനെ റുക്കൂ ചെയ്യാറില്ല, എങ്ങനെ സുജൂദ് ചെയ്യാറില്ല, എങ്ങനെ എഴുതാന്നറിയില്ല, എങ്ങനെ ബെൽറ്റ് അറിയില്ല, എങ്ങനെ ബെൽറ്റ് എടുക്കാന്നറിയില്ല, എങ്ങനെ അസഹിയാത്ത് ചെയ്യാന്നറിയില്ല. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ടാതെ നിസ്കരിക്കണം. ഇങ്ങനെ സലാത്ത് ഇവര് ഈ ആചാരം ഉണ്ടാക്കിയപ്പോൾ ഇത് പ്രായോഗികമാണ്. ഇത് പ്രായോഗികമല്ലാതാക്കിയോ ഇത് ഞാൻ ഓടി വെച്ച പറഞ്ഞോക്കാം. ഇത് പറഞ്ഞ അങ്ങനെ ഒരു വിഷയത്തിൽ നിന്ന് ഒരു വിഷയത്തിലേക്ക് അങ്ങനെ പോകും. അപ്പൊ സഹോദരങ്ങളെ എന്താ പറയുന്നതാണ്, ഒരു വാക്ക് അട്ടിമറിച്ചാൽ, ഒരു ചെറിയ വാക്ക് അട്ടിമറിച്ചാൽ മതി, ഇതിനെ പൊളിച്ചാൽ അതിന്റെ ശരിയായ രൂപത്തിൽ പറഞ്ഞാൽ ലോകത്തിന് ഗുണകരമാകേണ്ട കാര്യം, സമൂഹത്തിന് ഗുണകരമാകേണ്ട കാര്യം എന്താണ്? ഇപ്പൊ നബിയുടെ ഒച്ചയുടെ മേലെ ഒച്ച ഉയർത്തരുത് എന്നാണ് അതെന്തായാലും ഒച്ച തന്നെയാക്കി ഒച്ചടലാക്കി. ഞാൻ വന്നിട്ട് വോളിയം കോമ്പറ്റീഷൻ ഒരു പണ്ഡിതൻ ചോദിച്ചത് ശബ്ദം മത്സരം, സഹാബികളോട് ഒച്ചയില്ല, നബി അതിനേക്കാളും സഹാബികളെ അപ്പൊ അതിനെ 10 മണി വലിയ ഒച്ചയിടാം. അപ്പൊ നബിയുടെ ഒച്ചയുടെ മേലെ ഒച്ചകളെ എന്താ ശബ്ദം എന്ന് പറഞ്ഞാല് അത് കേരളത്തിന്റെ ശബ്ദമാണ്, അത് ഇന്ത്യയുടെ ശബ്ദമാണെന്ന് പറഞ്ഞാൽ എന്താ? അതൊന്നുമല്ല, അത് പ്രവാചകന്റെ നിയമനിർദ്ദേശങ്ങളാണ്. ആ നിയമനിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ കടക്കരുതെന്നാണ് പറഞ്ഞത്. അത് ബലത്താക്കി വോളിയം കോമ്പറ്റീഷനാക്കി ഒരു ശബ്ദ മത്സരം നടക്കിയിരുന്നു അവിടെ നബിയുടെ ആളുകളും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എവിടെ വച്ചണം മേലെ ഒച്ച ഉയർത്തി. ഇപ്പൊ അതിനേക്കാളും വലിയ വച്ചയാണ് ഒരു മരിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ നബിനെ വരെ തോറ്റത്തിന് രൂപത്തിലാണല്ലോ ആചാറുള്ളത്. അതിന് ചിത്രം വെച്ചിട്ട് പ്രളയപ്പെടുത്തിങ്ങനെ ചിത്രങ്ങളൊക്കെ അലരാണല്ലോ റസൂലിന്റെ ശബ്ദത്തിനേക്കാളും. ഇപ്പൊ ഇങ്ങനെ ആയിരുന്നപ്പോ ഇവരുടെ റസൂലിനെ നിശ്ചയിക്കാണ്. നമ്മൾ ഒരാൾ കേരളത്തിന്റെ ശബ്ദമാണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ എന്താ? ഒരാളുടെ സൗത്ത് പറഞ്ഞല്ലോ നിരവധി പിശാചിനോട് പറയുന്നത് ഒത്തപ്പറ്റിട്ട് നീ പ്രകോപിപ്പിച്ചോ, മനുഷ്യത കഴിയുന്നത്ര പ്രകോപിപ്പിച്ചോ ആളുകളെ. നീ സൗത്തിക്കാൻ നിന്റെ ശബ്ദം കൊണ്ട് എന്താ ചെയ്താൽ കൊണ്ടത് നിന്റെ ആശയങ്ങൾ കൊണ്ടും നിന്റെ നിയമങ്ങൾ കൊണ്ടും സമൂഹത്തിനെ എങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കാൻ നിനക്ക് പറ്റുമെന്ന് ചെയ്തോണം. ഇപ്പൊ കൈലിക്കാൻ പറഞ്ഞ അവശേഷിക്കുന്നത് വിരാനാക്കുന്നത്. ഹയാൽ എന്ന് പറഞ്ഞ ഭാവന എന്നാണ്, തോന്നല്. ഹാരയൊക്കെ ഹയാല് കയ്യില് ഒരാൾ ശരിക്കാൻ കുതിരെ ശരിക്കാൻ എത്ര കുതിര വിട്ടിട്ടാണ് അറിയണം. അവർക്ക് ഇസ്രായേൽ പറഞ്ഞത് ഒക്കെ മനുഷ്യക്കാരുടെ ഭൗതിക്കാവോ കൈലിക്കാവോ ഇതിലേക്കാവോ നിന്റെ കീഴിൽ അതാണ് പിശാചിന്റെ കാര്യം. പിശാചിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളും നിന്റെ നിയമനിർമ്മാണങ്ങൾ കൊണ്ടും നിന്റെ അനുമാനങ്ങൾ കൊണ്ടും നിന്റെ തോന്നലുകൾ ഹലാലെന്ന ഭാവനയുടെ തോന്നലാണ്. നിങ്ങൾ അറിഞ്ഞ ഹലാലെന്ന കയ്യിൽ ഹലാലെന്ന ഭാവനയാണ്. നിന്റെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമല്ല, വെറും സങ്കല്പങ്ങളാണ്, വ്യാമോഹങ്ങളാണ്, തോന്നലുകളാണ്. ഈ സമൂഹത്തിൽ നിന്റെ തോന്നലുകൾ കൊണ്ടും സങ്കല്പങ്ങൾ കൊണ്ടും നിന്റെ നിയമങ്ങൾ കൊണ്ടും നിന്റെ നിയമനിർമ്മാണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ നിന്റെ അധീനതയിലുള്ള ശക്തികൾ കൊണ്ടുമൊക്കെ നീ കഴിയുന്നത്ര വിശ്വാസികളെയും ജനങ്ങളെയും പ്രകോപിപ്പിക്കാമെന്നോ. പക്ഷേ ഒന്നും നടക്കൂല. കഴിയുന്നത്ര നീ അവർക്ക് വാഗ്ദാനങ്ങളും കൊടുത്തോ, കഴിയുന്നത്ര വാഗ്ദാനങ്ങളും നീ കൊടുത്തോ. പക്ഷേ ശൈത്താനും പിശാച് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നില്ല. ഇല്ല ഉറൂറ, വെറും വ്യാമോഹങ്ങളല്ലാതെ, വെറും വ്യാമോഹങ്ങളാണ്. അതല്ലേ ഇവിടുത്തെ പുരോഹിതന്മാർ കൊടുക്കുന്നത്. മക്കളെങ്ങൾ നിത്യത്തൊഴിഞ്ഞിട്ട് ബോധം കിട്ടും. അവിടെ ഊർജീങ്ങളുണ്ട്. സ്വർഗങ്ങളെ എന്താണെന്ന് പറഞ്ഞെങ്കിൽ ആചാരിക്കണ്ടല്ലോ. ഇവര് പറയുന്ന സ്വർഗങ്ങളെയാണ് പറയുന്നത്. അവിടെ ഊർജീങ്ങളുണ്ട്, അവിടെ നല്ല നല്ല ചെറുക്കന്മാരുണ്ട്, അവിടെ നേരിന്റെ പോയുണ്ട്, അതുണ്ട്, ഇതുണ്ട്. നിങ്ങൾ പോയത്ത് ഇരുന്നോടി അന്നങ്ങൾക്ക് തരും. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ തരണം. ഇതാണ് ഇവരുടെ ഐഡിയ. ഞങ്ങൾക്ക് തോന്നാൻ കിട്ടൂല. ഞങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിലുള്ള കാശൊക്കെ തരണം. ഒരു ചായയെങ്കിലും നിങ്ങൾക്ക് പോയർക്ക്, ഒരു പേരുടെ കൊണ്ടെങ്കിലും പോയർക്ക് കിട്ടിയതുണ്ടെങ്കിൽ കൊണ്ടുപോയി. അതില്ല. ഈ പേന ഏതോ ഒരു രാജ്യത്ത് ജനങ്ങൾ ചിന്തിച്ചു, കണ്ടെത്തി, അവർ വ്യാപകരിക്കാതെ അധ്വാനിച്ചു, പരിശ്രമിച്ചു, അത് ഫാക്ടറിയിൽ ഉത്പാദിപ്പിച്ചു. ആ ഫാക്ടറിയിൽ നിന്ന് കടകളിലേക്ക് എത്തിച്ചു. അതൊന്ന് നമ്മുടെ കടയിൽ കൊണ്ടുവന്നു. നമ്മളത് കാശ് കൊടുത്ത് വാങ്ങി നമ്മുടെ പോക്കറ്റിൽ കൊണ്ടുവന്നു. ഒന്നും പോയർക്ക് കാശില്ല. പോയന്നാൽ കിട്ടൂലാന്ന് ഈ പുരോഹിതന്മാരുടെ പ്രവർത്തനം തന്നെ തെളിവാണ്. എന്താ ഗവൺമെന്റുകൾ? ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, ഗവൺമെന്റ് ചെയ്യാൻ പ്രവർത്തിച്ചിട്ടല്ലാതെ
പ്രവർത്തിച്ചിട്ടല്ലാതെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയ ഒന്നും കൊണ്ടിരിക്കണം. ഞാൻ ഇന്നും ചോദിക്കുന്നത് എന്തെങ്കിലും കൊണ്ടാണ് പ്രവർത്തിച്ചിട്ടല്ലാതെ ലോകത്തിൽ കിട്ടിയത്. പ്രവർത്തനമാണ് ഖുർആൻ പറയുന്നത്. അതാണ് വമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറഹു. പ്രവർത്തിച്ചാൽ അത് കാണും. വമയ്യാമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറഹു. എന്ത് പ്രവർത്തിച്ചാൽ ആ തിന്മയും കാണും. അതിന്റെ ഫലം റിസൾട്ട് ഉണ്ടാവും പ്രവർത്തനത്തിന്. അല്ലാതെ പ്രാർത്ഥിച്ചാൽ റിസൾട്ട് നിങ്ങൾ കാണും. അതിന്റെ റിസൾട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നവരായതുകൊണ്ടാണ് പ്രവർത്തിക്കാനല്ലാതെ കിട്ടിയ ഒരു സാധനം ഇവർക്കെന്നെ കിട്ടുന്നില്ലല്ലോ. കിട്ടുകയാണെങ്കിൽ പുരോഹിതന്മാർക്ക് കിട്ടണ്ടേ? പുരോഹിതന്മാർക്ക് കിട്ടണ്ടേ? പ്രാർത്ഥിച്ചിട്ട് കിട്ടാറില്ല. അവർ നമ്മുടെ പോക്കറ്റിലേക്കാണല്ലോ നോക്കണത്. അവർക്ക് ഇങ്ങനെ ആർത്തി തീരുന്നില്ലല്ലോ. ആർത്തി ഭണ്ഡാരങ്ങളല്ലേ എത്ര ഇപ്പൊക്കെ നമ്മളെ ഉദ്ധാനമാർക്ക് ഞങ്ങളോട് പറഞ്ഞു നോക്കുന്നത് പറയും. നമ്മുടെ ഉദ്ധാനമാർക്ക് ഒരു 2000 കോടി കൊണ്ടുവരുന്ന ഉദ്ധാനം ഇതിനോട് ചെയ്യുന്നതാണ്. ഇനിയെങ്കിലും പിറ്റെടുത്ത് ഇറങ്ങൽ കെട്ടിക്കെട്ടില്ല. പിറ്റേ ദിവസം പോലും വീണ്ടും ഇറങ്ങി. ഇങ്ങനെ ആർത്തി തീരാത്ത ഒരു ജനസമൂഹം ഈ പുരോഹിതന്മാരല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഞമ്മൂന്ന് പോലും കാവൂന് പോലും പുരോഹിന് പോലും ഈ ജനങ്ങളുടെ പിറ്റപ്പെട്ടിയിൽ ഇത്രമാത്രം കയ്യിട്ട് വാങ്ങിയിട്ടില്ലാണ് ഞാൻ പറയുന്നത്. ഈ പുരോഹിതന്മാരെ പോലെ ഇങ്ങനത്തെ ഒരു ജനതയുള്ളൂ. ഇത് ഈ സാധുക്കൾക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ് ഇവർ കവർന്നെടുത്ത് പോകുന്നത്. നല്ല സന്മനസ്സുള്ള ധനികരുണ്ട്. സന്മനസ്സുള്ള ഒരുപാട് ധനികരുണ്ട് നമ്മുടെ നാട്ടില്. അവർക്ക് സാധുക്കളെ സഹായിക്കണമെന്നുണ്ട്. പക്ഷെ അവര് എത്ര കുറച്ച് പൈസ ഒരുക്കൂട്ടി വെക്കുമ്പോഴത്തിന് റസീറ്റ് മുമ്പിട്ട് ഇവര് വന്നു. ഇവരിത് തിരിച്ചു കൊണ്ടുപോയി. ഈ സാധുവിന് ഇപ്പോൾ ആ മുത്തന്നെ ഒരു മുത്ത് സാധുവായി. ഒരു മുദ്ദ അരിപ്പോഴും വാരിപ്പോയി ഇരിക്കുകയാണ്. ആർക്കൊക്കെ മുദ്ദ അരി വേണ്ടു? അത് കൊല്ലത്തിലൊരു മുദ്ദ അരിയണം. ഈ സാധുവിന് കിട്ടണം. കൊല്ലത്തിന് 2 കിലോ ഇറച്ചിയാ കിട്ടുന്നത് ഈ സാധുവിന്. ഈ സാധുവിന്റെ വിദ്യാഭ്യാസത്തിനൊന്നും കിട്ടുന്നില്ല. അതൊക്കെ പുരോഹിതന്മാരെ തിരിച്ചുകൊണ്ട് പോവുക. എവിടേക്കായി കൊണ്ടുപോകണമെന്ന് അറിയില്ല. എവിടെ ഈ നീര് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇവരുടെ ആസ്ഥാനങ്ങളും ഇവരുടെ സമ്പാദ്യങ്ങളും വർദ്ധിപ്പിക്കാനല്ലാതെ ഇങ്ങനത്തെ ഒരു ആദ്യമൂത്ത ഒരു ജനസമൂഹത്തിലെ ഈ പുരോഹിതന്മാരെ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എത്ര മതി എനിക്ക് തോന്നുന്നു. ഒരു പുരോഹിതനും തീരുമാനിക്കുന്നില്ല. ഏതെങ്കിലും ഉസ്താദന്മാര് മതി 10-70 മണിക്കാർ ഞാൻ വിശ്വമായി കലാത്തും ഞാൻ മുന്നിലിരിക്കാം. ഈ ദൈവം ഇതൊന്നും എനിക്ക് വേണ്ട. ഒരാളെങ്കിലും പറയാൻ കഴിയും. 80 വയസ്സായാണ് പിന്നെ ആ കമ്പനിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മഞ്ചറും ഗ്രൂപ്പ് വഴക്കുകളും നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു പ്രാർത്ഥനത്തിൽ എന്ത് കിട്ടുന്നത് പറയുന്നത്? മനുഷ്യന് ദിശാബോധം നഷ്ടപ്പെടുത്തുക. മനുഷ്യന്റെ ദിശാബോധം നഷ്ടപ്പെടുത്തുക. ആത്മാർത്ഥമായ മനസ്സിൽ നിന്നുണ്ടാവുന്ന ആവശ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് വേണ്ടത്. ഈ പ്രവർത്തനം നന്നാക്കി തീർക്കാൻ എന്ന മനസ്സിന്റെ ആവശ്യത്തോടു കൂടിയുള്ള വളരെ ആസൂത്രിതമായ പ്രവർത്തനമാണ്. അതാണ് നല്ല ഫലങ്ങൾ ചെയ്യുകയുള്ളൂ. അതിന് നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല. അല്ലാതെ ലോകത്തെ ഈ പുരോഗതി മുഴുവൻ ഉണ്ടായത് അധ്വാനത്തിലൂടെയാണ്, പരിശ്രമത്തിലൂടെ. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. വിലക്കത് ആശ്രയിക്കും നീ തുല്യമായിട്ടും നിങ്ങൾ ചോദിച്ചതൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. എന്താ ഇവിടെ തരാത്തത്? എന്താ നീ തരാത്തത്? നീ അത് കണ്ടെത്തണം. അണ്ടത്തിട്ട് അത് തെരഞ്ഞു നോക്കണം. അണ്ടത്തിൽ ഭൂമിക്കടിയിലിട്ട് ആകാശത്തിന്റെ പ്രദർശനത്തിലിട്ട് ഈ ആകെ സംവിധാനിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഓർക്കരുത്. പക്ഷെ കണ്ടെത്തണം, അധ്വാനിക്കണം, പരിശ്രമിക്കണം. അതിന് വേണ്ട നിരന്തരമായ പരിശ്രമങ്ങൾ. ഒരുപാട് മനുഷ്യന്മാർ അധ്വാനിച്ചിട്ടാണ് നമുക്കത് കിട്ടിയത്. നമുക്ക് ഈ സുഖ സൗകര്യങ്ങളൊക്കെ അതാണ് ഒരു ഖുർആനിൽ പറഞ്ഞത്. ഒരു ജ്ഞാനത്തിന്റെ ഒരു വായന ലോകത്ത് നടത്തണം നിങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഒരു ഭക്തിറൂന ആ ഭക്തികളായെന്ന് പറയുന്നത്. ഭക്തരാണ് നേരം വെറുപ്പിക്കാണ്, ഭക്തരാജ്യാണ്, അല്ലമാണെന്ന് പഠിപ്പിക്കാണ്, അല്ലമാണെന്ന് പഠിപ്പിക്കാനാണ്, ഭക്തരാണെന്ന് നിയന്ത്രിക്കാനാണ്. അത് ആ പ്രവൃത്തി ശരിയാണ് ചെയ്യുന്നത്. അതുപോലെ ഭക്തർ വിഭക്തികളും നേരം വെളുപ്പിക്കുന്നവരാണ് ഭക്തികൾ. അവർ നേരം വെളുപ്പിക്കൽ. ഈ നേരം വെളുപ്പിക്കലാണെങ്കിൽ നമുക്ക് കഴിയും. രാത്രി 12 മണി നിങ്ങൾക്ക് നേരം വെളുപ്പിക്കാൻ കാണുന്നു. എന്നാൽ ഖുർആൻ പറഞ്ഞ നേരം വെളുപ്പിക്കൽ മുലരിയാക്കൽ ജനങ്ങൾക്ക് കഴിയും. അതാണ് റഹ്മാനി. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന, അതിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ആ വിജ്ഞാനത്തിന്റെ ഉറവയിൽ നിന്ന് അവർ കുടിക്കുകയും കുടിക്കാമെന്ന് അവർ ഉൾക്കൊള്ളുകയും
എന്നിട്ട് വൈമ്പത്തിയുള്ള ആ ഉൾക്കൊണ്ടവർ നടക്ക മാത്രമല്ല, വൈമ്പത്തിയുള്ള ആ അവർ നേരം പഠിപ്പിക്കുകയും ചെയ്യും. ഒരു നേരം പഠിപ്പിക്കൽ, ഒരു പുലരിയാക്കൽ അവരിവിടെ നടത്തുകയും ചെയ്യും. ഈ പറയുന്ന ഈ രാത്രിയിനെ നേരം പഠിപ്പിക്കാൻ ആർക്കാ കഴിയാൻ അങ്ങനെയാണെങ്കിൽ അതാണ് പഞ്ചി വിലയാളി മക്കളും അതിൽ കമ്പത്തിൽ എന്നൊക്കെ പറയുന്ന അധ്യായത്തിൽ അതാണ് പറയുന്നത്. എന്താണ് അശ്വന്റെ മനുഷ്യന്മാർ പരസ്പരം നന്നായി പെരുമാറേണ്ട കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ച ആ എഴുത്തുകൾ ഏതാണ് ആ പുലരി? ഏതാണ് ബുദ്ധിയുള്ള ഹിജറുള്ള നല്ല ബുദ്ധിയുള്ളതാണ്. നല്ല ബുദ്ധിയുള്ള ഒരു ജനസമൂഹത്തിന് അതാണ് സൂറത്തുൽ അൽ-ഹിജറാണ്. കല്ലുപോലെ ഉറച്ച മനസ്സുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നല്ല ശക്തമായ വിജ്ഞാനത്തിന്റെ ഉടമസ്ഥം പറയുന്നത്. അവിടെ ഹിന്ദു ഗോത്രക്കാരുണ്ടായിരുന്നാണ് അപ്പോഴേ ഹിന്ദു ഗോത്രക്കാർ സൂറത്തുൽ അൽ-ഹിജർ എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത്. അപ്പോഴേ ആ പണ്ടുണ്ടായിരുന്ന ഹിന്ദുഗോത്രക്കാരുണ്ടായിരുന്നു. ആ ഹിന്ദുഗോത്രക്കാരിൽ ചില ആൾക്കാരില്ല അബൂതാലിബുണ്ടായിരുന്നു, അബൂസുഫിയാനുണ്ടായിരുന്നു, ഓർക്കില്ല എന്ന് പറയുന്ന ലോകത്തിന് വഴികാട്ടേണ്ട ഈ ഖുർആനെ കൊണ്ടുപോയി നീ അവിടെ തന്നെ പറഞ്ഞു. ഇബ്രാഹിം വേറെ അങ്ങനെ പോയത്. അപ്പൊ ഒരു പുലരിയാക്കൽ, ആ പുലരിയാക്കാനുള്ള വായന നിങ്ങൾക്ക് കാലം അത് സാക്ഷിയാക്കി. നല്ല ഒരു നേരം കൊടുക്കാൻ നേരം പുലരി നന്നായാൽ അതിന്റെ മധ്യാഹ്നം നന്നാവും. അതാ പറയുന്നത്. അത് സാക്ഷിയായിട്ട് അവിടെ വരുന്നതെന്നത് മനസ്സിലായെങ്കിൽ ഭയങ്കര നല്ലയാണത്. അടുത്ത തലമുറക്കാര് സാക്ഷിയായില്ല അത് വരും. ആ വിജ്ഞാനത്തിന്റെ ഒരു കാലഘട്ടം ഒരു ലോകത്തുണ്ടായാൽ അത് ലോകത്തിന് തന്നെ അത് മഷഹൂറാക്കാൻ പറ്റും. അതാണ് പുലരി നന്നാകണം. നല്ല പുലരിയാണെങ്കിൽ വായനയുടെയും അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഒരു പ്രഭാതമാണെങ്കിൽ അതിന്റെ 8 മണി നല്ലതാവും, അതിന്റെ 10 മണി നല്ലതാവും, അതിന്റെ ഉച്ച നല്ലതാവും, അതിന്റെ സായാഹ്നവും നന്നായി തീരും. എന്താ പറയുന്നത്? എത്ര ഉന്നതമായ ആശയങ്ങളാണ് ലോകത്തിൽ കാണുന്നത്. ഇവരാണ് അന്തോളത്തിൽ നമുക്ക് താഴ്ന്നു വരാൻ പറ്റും. ഇവരെയാക്കാനല്ല എന്റെ ഖുർആനിൽ പള്ളി കാണപ്പെട്ടുള്ള രാവിലെ ഖുർആനോട് പാരായണത്തോടുകൂടി രാവിലെ ആ നിസ്കാരം അന്തോളത്തിൽ കണ്ട് താഴ്ന്നു വരാൻ പറ്റും. അത് കാലം മഷഹൂറാണ്. ആയി തീർന്നിരിക്കുന്നതോടാ കേൾക്കുന്നതോടല്ല, അത് സാക്ഷിയാക്കപ്പെട്ടിരിക്കുന്ന ലോകത്ത് ഒരുപാട് ആളുകൾ പള്ളികളിലും തെക്കും ദുരയും കഴിഞ്ഞിരുന്നപ്പോൾ നോക്കാൻ ലോകത്തിൽ തന്നെ 10,000-കണക്കിന് കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായ രാജ്യത്തെ ഭൂമിയുടെ പ്രതിഷ്ഠാപന നിയമം കണ്ടുപിടിച്ചു. 1000-കണക്കിന് കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായി ആ കണ്ടുപിടുത്തം ലോകത്തിലുള്ള പള്ളിയിലും അമ്പലങ്ങളിലും കത്തുകളിലും കേൾക്കും. അത് ലോകത്തിനാണ് വിജ്ഞാനപ്പെടുന്നത്. അയാൾ അതിന്റെ പിന്നാലെ പോയത്. അത് ലോകത്തിനൊരു പുലരിയായിരുന്നു. ലോകത്തിനൊരു നേരം പഠിപ്പിക്കാനുള്ള വിജ്ഞാനം അയാൾ രക്ഷപ്പെടുന്നു. ഇത് വായിച്ചിട്ട് എന്താ ഇവര് പറയുന്നത്? എന്താ ഇത് വായിച്ചത്? ഇവർ പറയുന്നത് ഒറ്റ കുഴാനിലാണെങ്കിൽ ഒരു ചെരുപ്പ് നന്നാക്കാൻ കുഴാൻ തോന്നുന്നില്ല. അടിസ്ഥാനപരമായ മൂല്യങ്ങൾ മാത്രമേ ഖുർആന് പറയാനുള്ളൂ. അല്ലാതെ ശാസ്ത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് ഖുർആന് ചർച്ച ചെയ്യാൻ ഞാൻ ഞായറാഴ്ച ദിവസത്തിൽ ജലദോഷത്തിന്റെ മരുന്ന് കണ്ടുപിടിച്ചോ? ലോകം ജലദോഷത്തിന്റെ മരുന്നുകളെ കണ്ടുപിടിച്ചില്ല. എന്താണ് ഖുർആനോടിന്റെ ഒരു ഉത്സാഹങ്ങൾ പറയട്ടെ. ശരീരത്തിന്റെ വാട് പറ്റിയാൽ എങ്ങനെ നേടാൻ ഖുർആൻ? ഇവരാരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച അപ്പൊ പറയാതെ ഖുർആനുണ്ട്. അപ്പൊ ഇറങ്ങിയവരായതുണ്ട്. എന്ത് ഖുർആനുണ്ട്? റൈറ്റ് സഹോദരന്മാർ, ഞാൻ പറഞ്ഞു, റൈറ്റ് സഹോദരന്മാരെ വിമാനം കണ്ടുപിടിച്ചത് ഒരു ഖുർആൻ കണ്ടില്ലെന്നില്ല. ഒരു ബൈബിളിന്റെ ഏതെങ്കിലും പല ഒന്നായിട്ട് മത്തായിയുടെ ഗ്രൂപ്പത്തിന്റെ പല വാദവും കേട്ടിട്ടുണ്ടാവുന്നല്ലാതെ ഒരു ഖുർആൻ കണ്ടിട്ട് പോലില്ല. ഒന്നുള്ള വിമാനം കണ്ടുപിടിക്കാൻ അതാണ് മനുഷ്യന്റെ ഖുർആനിൽ ഫജറാണത്. അത് മനുഷ്യന് ലോകത്തിന് ജ്ഞാനത്തിന്റെ അറിവിന്റെ ഒരു പ്രഭാതം വെളിച്ചമാക്കാനുള്ള അവന്റെ വായനയാണ് ലോകത്തിലുള്ളത്. അതാണ് ഖുർആനിൽ ഫജർ, ഒരു പ്രഭാതത്തിന്റെ വായന. അത് നിങ്ങൾ ലോകത്ത് നടത്തി അത് ഓരോരുത്തരും വ്യത്യസ്തമായത് ചെയ്യാനാ പറയുന്നത്. അത് അവിടെ ഖുർആനിന്റെ നിർദ്ദേശമുണ്ട്. കുരങ്ങാകരുത് മനുഷ്യരെ, കുരങ്ങാകരുത് മനുഷ്യരെ. അതുകൊണ്ട് പറഞ്ഞത് മനുഷ്യൻ കുരങ്ങാകരുത്.
ഞാൻ പറഞ്ഞു മനുഷ്യന് പരിണാമം തന്നെ സംഭവിച്ചിട്ടില്ല. മനുഷ്യ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്, മനുഷ്യന് പരിണാമം തന്നെ സംഭവിച്ചിട്ടില്ല എന്ന എന്റെ അഭിപ്രായം. മനുഷ്യൻ ഇപ്പോഴും കുരങ്ങിന്റെ അവസ്ഥയിലാണ്. മനുഷ്യൻ ഇപ്പോഴും കുരങ്ങിന്റെ അവസ്ഥയിലാണ്. 80% ചിന്തിക്കുന്നില്ല. ആ കുരങ്ങിന്റെയും തൊപ്പിക്കാരന്റെയും കഥയിലെ ആ കുരങ്ങിന്റെ കഥാപാത്രം ഉണ്ട്. അവിടെ ഇപ്പോഴും മനുഷ്യനെ ചെയ്യുന്നത്. ആ തൊപ്പിക്കാരൻ തൊപ്പിട്ട് വെച്ചാൽ കുരങ്ങ് തൊപ്പി വെക്കും. ആ തൊപ്പിക്കാരൻ പഞ്ചരിച്ചപ്പോൾ കുരങ്ങ് പഞ്ചരിക്കും. ആ തൊപ്പിക്കാരൻ തൊപ്പിയെടുത്തപ്പോൾ കുരങ്ങൾ തൊപ്പിയെടുത്തത്. ഈ ഒരു മാനസികാവസ്ഥയിലെ മനുഷ്യനെ ചെയ്യുന്നുള്ളൂ. ഇത് എവിടെ കുരങ്ങിന് പരിണാമം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്റെ അഭിപ്രായം. കുരങ്ങിന് പരിണാമം മനുഷ്യന് കുരങ്ങില്ലെന്ന് പരിണാമം സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും കുരങ്ങിന്റെ അവസ്ഥയിലാണ് മനുഷ്യൻ. തൊപ്പി വെച്ചു, അതിന്റെ മേലെ ശരീരത്തിൽ കെട്ടി, തോടുകളും മുണ്ടിട്ടു, കൈകളും കവലും വെച്ചു. എന്തിനാണെന്ന് വെച്ചാൽ അറിയില്ല. അറബികൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ കറുത്ത വർദ്ധിന്റെ മീഡിയ ഉണ്ട്. എന്തിനാ ഇത് ചെയ്യുന്നത് എനിക്കറിയില്ല. അറബികൾ അങ്ങനെ ഉണ്ട്. അപ്പൊ ഞാനും ചെയ്യാം. എല്ലാവരും കുമ്പിടുന്നുണ്ട്, ഞാനും കുമ്പിടുന്നുണ്ട്. എല്ലാവരും തലകുത്തി നിൽക്കാൻ ഞാനും തലകുത്തി നിൽക്കാം. എന്തിനാ ഇത് ചെയ്യുന്നത്? ഇതുകൊണ്ട് എന്താ ഗുണം? അതൊന്നും എനിക്കറിയില്ല. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്. മനുഷ്യൻ ഒരു കുരങ്ങിന്റെ അവസ്ഥയിലാണ് ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. മനുഷ്യനോടുള്ള നിങ്ങൾ കുരങ്ങാകരുത് മനുഷ്യര്. പക്ഷെ ഒരു ജനതയോട് പറഞ്ഞു നിങ്ങൾ കുരങ്ങായിപ്പോലും പറഞ്ഞു. അതെപ്പോൾ പ്രവൃത്തി ആ ജനത പ്രഭുത്ത് ആലസ്യത്തിൽ അതിരി കവിഞ്ഞു. പ്രഭുത്ത് എന്ന് പറഞ്ഞാൽ ആലസ്യം, അലസത, അതാണ് പ്രഭുത്ത്. അത് എവിടുന്നാണ് ഇവരെന്താന്ന് പറഞ്ഞാൽ ശനിയാഴ്ച. എന്താ ശനിയാഴ്ച പോലെ അതിരി കവിഞ്ഞു? അപ്പൊ വെള്ളിയാഴ്ച അതിരി കവിയാൻ പറ്റുമോ? ഞാൻ ചോദിച്ച ശനിയാഴ്ച അതിരി കവിഞ്ഞാലേ പറഞ്ഞാവുള്ളൂ. എന്നാ വെള്ളിയാഴ്ച അതിരി കവിയാം. ഒരു ശനിയാഴ്ച ദിവസം അതിരി കവിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പരക്കായിക്കോളൂ. ഞാൻ ഞായറാഴ്ച അതിരി കവിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പൊട്ടത്തരം. അവര് അതിരി കവിഞ്ഞത് ഏത് വിഷയത്തിലാണ്? ജപത്തിലാണ് അതിരി കവിഞ്ഞത്. അജപ്പതയിൽ സുബാത്ത. അതാ ജപത്ത് സുബാത്ത. പറയാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഉറക്കിനെ ഞാൻ നിങ്ങൾക്കൊരു വിശ്രമിച്ച് വെറുതെ പണിയെടുക്കാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു വിശ്രമ സമയമാക്കിയിരിക്കുന്നു. അതാണ് ഖുർആനിലാണ് കിട്ടുക. അതായത് നമ്മളെ പോകറ്റിനല്ല ഈ അർത്ഥം പറയുന്നത്. വചനെല്ലാം നാം മാറ്റി തീർന്നിരിക്കുന്നു. യൗമക്കും നിങ്ങളുടെ ഉറക്കിനെ സുബാത്ത ഒരു വിശ്രമമാക്കി. അവര് വിശ്രമത്തിൽ അതിരി കവിഞ്ഞു. ഒരു പണിക്കും പോകാതെ പൂർവികർ സമ്പാദിച്ചു വെച്ചത് അങ്ങനെ അതിനെന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് അനുഭവിച്ചാണെങ്കിൽ ജീവിക്കാനുള്ള വിചാരിച്ചു. അതിന് കവിഞ്ഞപ്പോ ഓരോട് പറഞ്ഞു നിങ്ങൾ വഴക്കായി ചോദ്യമാണോ? പൂർവികർ നേടിയ വിജ്ഞാനങ്ങളെ മാത്രം, ആ വിജ്ഞാനങ്ങളിൽ മാത്രം ആലസ്യം കൊണ്ട് അതിനെ മാത്രം അനുസരിച്ച് കഴിയുന്ന പുരക്കായി പോലും എക്കാലങ്ങളോട് ശിക്ഷയായി ഒരു ജനത ആലസ്യത്തിൽ മുഴുകിയാതിന്റെ ശിക്ഷയെക്കാലത്തിന് എന്തായാലും ആ രാജ്യത്തുണ്ടാവില്ല. ഒരു ജനത മുഴുവൻ അധ്വാനിക്കാൻ പോകാതെ പരിശ്രമിക്കാൻ പോകാതെ ജനതയുടെ പുരോഗമനത്തിനോ ഒന്നും ഒരു പണിയെടുക്കാതെ അലസതയിലും ആലസ്യത്തിലും ഒരു ജനത അതിരി കവിഞ്ഞാൽ അത് ശിക്ഷയെക്കാലം പിന്നെ എന്താണാവുക? ശിക്ഷയെക്കാലത്തിന് എന്തായിട്ടാണുണ്ടാവുക? അവിടെ ഒരു നെറ്റുകളയോ ഒരു ഗോതമ്പുണ്ടാവോ, ഒരു അരി ഉണ്ടാവോ, ഒരു ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവോ? ആ ജനതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടാവോ? എന്താണ് നിങ്ങൾ പറയുന്നത്? ഒരു പുരോഗതിയും ആ രംഗത്തുണ്ടാവില്ല. അതന്നെ അവർക്കുള്ള ശിക്ഷ. അതന്നെ അവർക്കുള്ള ശിക്ഷ. ആ ജനതയ്ക്കുള്ള ശിക്ഷ തന്നെയാണ്. ഇപ്പൊ ഇന്ത്യ രാജ്യം മുഴുവൻ അലസതയിൽ ഒരു പണിക്ക് പോകാതെ ആലസ്യത്തിൽ അതിന് കവിഞ്ഞാൽ എന്താണ്ടാവുക? എന്താണ്ടാവുകയെന്നാല് പുരോഹിതന്മാർ പള്ളിയിൽ പോയി വിശ്വസിക്കാനിരുന്നാലും അവസരമുണ്ടാകും. എത്രമാരും പള്ളിയിൽ പോയി വിശ്വസിക്കാനിരുന്നാലും എന്താണ്ടാവുക? രോഗം പോലെ ഇന്ത്യ മുന്നോട്ട് പോകില്ല. അതവർക്ക് ശിക്ഷയായി മാറും. ഇപ്പൊ ഭൗതികത്തിന്റെ മുത്തക്കി തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നിരിക്കാവുന്ന ആളുകൾക്ക് അതൊരു പാഠവുമായിരുന്നു. അവരുടെ പ്രസാദത്തിലാണ്, അല്ലാതെ രൂപത്തിലല്ല. പരക്കായവരുടെ പ്രസാദത്തിലാണ്, രൂപത്തിലല്ല. രൂപമാറ്റമല്ല സംഭവിക്കുന്നത്. ഒരുവനും രൂപമാറ്റം കണ്ടെത്താൻ അതിനെക്കുറിച്ച് അറിയില്ല. അത് ശാസ്ത്രരംഗത്തിന്റെ വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന ശരിയാണ്. പരിണാമത്തിൽ ശാസ്ത്രരംഗത്തിന്റെ പല ശ്രമങ്ങൾക്കും അനുകൂലവും പ്രതികൂലവുമായ അവർ വാദാണത്. അതിന് ഖുർആനിൽ യാ ബനി ആദമേ യാ ബനി ചെറുതെന്ന് ഖുർആനിൽ ഇല്ലാന്ന് പറഞ്ഞു. പിറകിന്റെ മക്കളെ ഖുർആനില്ല.
ഖുർആനില് മനുഷ്യന്റെ മക്കളെ തന്നെയുള്ളൂ. ആദമിനെ ഈ ചെറുപ്പിലൊക്കെ അർത്ഥം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാനവരും അത്ര എനിക്കതിനെക്കുറിച്ച് പറയാൻ കഴിയും. ആരുടെ മാത്രമേ പ്രശ്നമില്ല. ഖുർആനിൽ ഞാൻ കണ്ടിട്ടില്ല. അത് എനിക്ക് പറയുന്നു. ഈ ഖുർആനിൽ ചെറു പറയുകയാണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഖുർആനിന്റെ തെളിവ് വെച്ചാണെങ്കിൽ മനുഷ്യന്റെ സ്വഭാവത്തില് വ്യത്യാസമെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് മനുഷ്യൻ കുറയ്ക്കുന്നത് വല്ലാതെ പുരോഗമിച്ചിട്ടില്ല, പരിണമിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ബന്ധത്തിന് ഹാസ്യം എന്ന് പറയുന്നത് സ്വഭാവത്തിലാണ്, അല്ലാതെ രൂപത്തിലല്ല. രൂപത്തിലാണെങ്കിൽ ഞാൻ പറയുന്നത് നിന്യരായ പരങ്ങൾ ആണെങ്കിൽ ബഹുമാന്യരായ പരങ്ങളുണ്ട്. അതൊക്കെ മനുഷ്യരാണ്. ബഹുമാന്യരായ പരങ്ങൾ വേറുണ്ടോ? ചിലവരെങ്കിലും നികൃഷ്ടരായ പരങ്ങൾ, ഞാൻ ചോദിക്കുന്ന നികൃഷ്ടരായ പരങ്ങളാണ്. അതൊക്കെ മനുഷ്യരാണ്. മനുഷ്യരുടെ സ്വഭാവം വേണ്ടതാണ്. അപ്പൊ ആദ്യവാസിനി ഇബ്രാഹിമിന്റെ പേര് അത് മാത്രം ഒരു മകനെ വിളിച്ചിട്ട് തന്നെ ഒരു പറയുന്ന മകന് നടക്കാനായപ്പോ നമ്മുടെ മകനല്ലാത്ത മകനെ ആക്കുക. നടക്കാനായ മകനെ വിളിച്ചിട്ട് തന്നെ ഞാൻ അർക്കാന മുന്നേറ്റിക്കുന്ന അഭിപ്രായങ്ങൾ വെക്കാൻ പറ്റും. ഒരു അത്രയും പ്രായവും വെച്ച ഒരു കുട്ടിനോടനെ നമ്മൾ അഭിപ്രായം തോന്നുന്നു. ഇത് ആ കുട്ടി നടക്കാനായപ്പോ ആ കുട്ടിനെ വിളിച്ചിട്ട് വാപ്പ ചോദിക്കാൻ തന്നെ ഞാൻ അർക്കാനുണ്ടാകും. ഒരു തീരുമാനം പറയാൻ ആ കുട്ടി ആയിക്കോട്ടെ. നമ്മൾ 1-2 വയസ്സായ കുട്ടിനെ വിളിച്ചിട്ട് കുട്ടിയായിട്ട് ഞാൻ അർക്കാൻ ഇനാവുമായിട്ടുണ്ട്, അള്ളാടെ കൽപ്പനയുണ്ട്, എന്താ പറഞ്ഞത് ഒരു കുട്ടിനെ വിളിച്ചിട്ട് പറയും. അതുകൊണ്ട് അഭിപ്രായം നമ്മള് ഒരു വീട്ടിലെ വിഷയത്തിലാണെങ്കിലും അഭിപ്രായം ചോദിക്കാൻ എപ്പോഴാണ് ആ കുട്ടി അതിനനുസരിച്ച് വൈജ്ഞാനികമായി പക്വത വന്ന സന്ദർഭത്തിലേക്ക് ചോദിക്കാം. അങ്ങനെ ഞാൻ നിന്റെ ആവശ്യങ്ങളായിട്ട് കാണുന്നു, എന്താണ് അഭിപ്രായം? സ്വന്തം മാതാക്കള നീ ചിന്തിക്കുക, എന്താ നിന്റെ അഭിപ്രായം പറയുന്നത്? നമ്മുടെ വീട്ടിലെ ഒരു നിർദ്ധാരം, ഒരു വീടുപണി, ഒരു എക്സ്റ്റൻഷൻ, വീടിൽ നിന്ന് എക്സ്റ്റൻഷനുകൾ നീട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ വരെ മക്കളോട് അഭിപ്രായം ചോദിക്കണമെങ്കിൽ എവിടെ എത്തണം? ആ കുട്ടി ഒരു പക്വതയ്ക്ക് വരട്ടെ. ഒരു സൈക്കോളജിക്കലി ഒരു ഡോക്ടറോട് നിന്ന് മാതാപിതാക്കളെ ചോദിക്കാൻ പോകാനില്ല നമ്മുടെ മുന്നിൽ വായുവായി പോകുന്നത്. അതെന്താണെന്ന് പറഞ്ഞാല് ഒരു കുട്ടി അവർക്ക് ആദ്യം ഉണ്ടായി. ആ കുട്ടിക്ക് 3 വയസ്സായി, 4 വയസ്സായി, 5 വയസ്സായി. 5 വയസ്സായപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു, ഞമ്മക്കൊരു താഴെ ഒരു കുട്ടിമാവ് വാങ്ങിയത് മോളെ കുട്ടിയെ നീ മോളെ മണം തോന്നുന്ന മോനെ നിന്റെ താഴെ നമുക്കൊരു കുട്ടി ഭാവികളിൽ വേണം, നമുക്ക് വേണ്ടതെന്ന് ഈ കുട്ടിയോട് ഒരു അഭിപ്രായം കഴിച്ചു. അപ്പൊ ആ കുട്ടി വന്നു, വേണ്ട, ഞാൻ അങ്ങനെ ആ ഭാവത്തായ ഞാൻ ആ ഭാവിയെ മുന്നേ കുട്ടി പറഞ്ഞു. അതുകൊണ്ടെങ്കിലും ഒരു അശാസ്ത്ര വിലക്കുകളോട് വിളിച്ചവരെ അഭിപ്രായം തോന്നുന്നില്ല, എന്താ വേണ്ടെങ്കിൽ ആ ഡോക്ടർ അവിടെ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസവും വിജ്ഞാനവും രോഗപരിചയവുമുള്ള പോലെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ആരോടാ അഭിപ്രായം കൊടുക്കുന്നത്? ആരോടാ അഭിപ്രായം കൊടുക്കുന്നത്? ഈ പക്വതയോ പ്രായമോ വിവേകമോ ഒരു ലോകത്തെക്കുറിച്ച് ഒരു വിവരമോ ഒന്നുമില്ലാത്ത ഈ കുട്ടിയോടാണോ നിങ്ങൾ അഭിപ്രായം കൊടുക്കുന്നത്? അത് 5 വയസ്സെങ്കിലും ആയിരുന്നു. ഇവര് പറയുന്ന ഇബ്രാഹിം നബിയുടെ കഥയിൽ ഈ കുട്ടി വിദ്യ വെച്ച് നടക്കാനേ ആയിട്ടുള്ളൂ. നടക്കാനായപ്പോ ആ കുട്ടിനെ അഭിപ്രായം ചോദിക്കാൻ ഞാൻ നടക്കാണ്, എന്തൊക്കെ അഭിപ്രായം? അത് ഒന്നാമതുള്ള അഭിപ്രായം ചോദിക്കാൻ ആ കുട്ടിയെ വളർന്നിട്ടില്ല. 2, അത് കുട്ടിയല്ല, അത് സഹി എന്ന് പറഞ്ഞാൽ ആ സഹ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചോളൂ, പരിശ്രമിക്കാനാണ്. പരിശ്രമിക്കുക, കൂടെ അധ്വാനിക്കാൻ, പരിശ്രമിക്കാനുള്ള ദൗത്യത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള പക്വതയും പ്രായവും ആ സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് ആയപ്പോൾ ഈ ദൗത്യമൊന്ന് തന്റെ മനാംശം അദ്ദേഹത്തിന് ആലസ്യമാക്കുക. ഈ ആശയം പറയുന്ന രംഗത്ത് ആ ആലസ്യം വന്ന ടൈമിലാണ് ഈ മകൻ വിളിച്ചത് പറയുന്നത്, എന്താണ് നിന്റെ അഭിപ്രായം? നമ്മൾ പറഞ്ഞാൽ നോക്കുമ്പോൾ ഉപാസാനുള്ള ആലസ്യം, ആശയ ദൗത്യത്തിന്റെ രംഗത്ത് ഒരു ആലസ്യം ബാധിച്ച സന്ദർഭത്തിലാണ് ഇബ്രാഹിം തന്റെ മകനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം പറയുന്നത്. ഇതുപോലെ ത്യാഗം ചെയ്യുന്ന പണിയാണ്, പലരും ത്യജിക്കേണ്ടി വരും. ആ ഒരു കാര്യമാണ് പറയുന്നത്. നിസ്സാരമല്ല, സമൂഹത്തിൽ എതിർത്ത് വരും, ഒറ്റപ്പെടും. ഒരു ത്യാഗത്തിന് അറിഞ്ഞെങ്കിൽ വരും, ഭൗതികമായ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ത്യജിക്കേണ്ടി വരും. അതുകൊണ്ട് അഭിപ്രായം ചോദിക്കുന്നത് ഇത് ചില്ലറ കാര്യമല്ല. ഇതിപ്പോ എന്തിനാ അങ്ങനെ പിന്നെ വിട്ടാൽ അല്ല,
ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യമേൽപ്പിച്ച് രംഗത്തിറങ്ങുമ്പോൾ അതുവരെ ഇവനെ ബഹുമാനിക്കുന്ന പല ആളുകളൊന്നും ചിലപ്പോൾ എതിർപ്പ് നേരിടേണ്ടി വരും. കാരണം ആ രൂപത്തിലുള്ള ഒരു ദൗത്യത്തിനാണ് ഈ മകനെ തയ്യാറാക്കുന്നത്. അതാണ് അഭിപ്രായം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് മകനത് വ്യക്തമായി അതിൽ അഭിപ്രായം പറയേണ്ടതുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ദൗത്യം പലതും ത്യജിക്കേണ്ടി വരും. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും. ചിലപ്പോൾ ഭൗതികമായി നേടേണ്ട പല നേട്ടങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും. സ്ഥാനമാനങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. സമ്പത്ത് മുഴുവൻ ചിലപ്പോൾ അതിന് ചിലവഴിക്കേണ്ടി വരും. ഇതൊക്കെ വരണം വളരെ ത്യാഗപൂർണമായ. അതാണ് അത് ഒരു ഹാർഡ് വർക്ക് എന്നാണ്. ജീവിതമാണ് ബലി കൊടുക്കുന്നത്, ജീവനല്ല. ജീവൻ അറുത്തു കൊടുക്കൽ അങ്ങനെ അള്ളാഹു അതാണ് തുറന്നു താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്യുക എന്ന് പറഞ്ഞത്. അള്ളാഹു ഒരു മനുഷ്യനെയും കൊല്ലാൻ കൽപ്പിക്കില്ല. അള്ളാഹു എന്താ കൽപ്പിക്കുക എന്ന് ഖുർആൻ പറയുന്നത്. എന്താണ് അള്ളാഹു കൽപ്പിക്കുക? ഇന്നല്ലാഹ യഅ്മുറുബിൽ അദ്ലി വൽ ഇഹ്സാൻ. അള്ളാഹു നീതിയും നന്മയുമേ കൽപ്പിക്കുള്ളൂ. അതാണ് തുറന്നു താങ്കളോടുള്ള കൽപ്പന എന്താണോ അത് ചെയ്യുക. അള്ളാഹു ഒരു മനുഷ്യനെ അറുക്കാൻ കൽപ്പിക്കില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു നീതിയും നന്മയും മാത്രമേ കൽപ്പിക്കുകയുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ മകനെ അറുക്കാൻ കൽപ്പിക്കുന്നത് ഏത് നീതിയാണ്, ഏത് നന്മയാണ് എന്ന് നമുക്കറിയില്ല. ഏത് നന്മയാണ് മകനെ അറുക്കാൻ പറയുന്നത്? ഏത് നീതിയാണ് മകനെ അറുക്കാൻ പറയുന്നത്? മകനെ അറുക്കാൻ പറയുക. അതാണ് ഖുർആൻ പറയുന്നത്. സകല മൂമിനും മുതലാമില്ല. ഒരു മൂമിനെ ഒരാൾ മനഃപൂർവ്വം കൊന്നാൽ ജഹന്നം, അവന് ജഹന്നമാണെന്ന് പ്രതിഫലം എന്ന് ഖുർആൻ പറയുന്നത്. അത്രയും ഭീകരമായ ഒരു കൊടുക്രൂരതയാണ് ഒരു മനുഷ്യവധം എന്ന് പറയുന്നത്. അത് ക്രൂരാണ് എന്ന് പറയുന്നത്. അത് ഫഹ്ശാണ്. അത് ശൈത്താൻ മാത്രമേ അത്തരം പ്രവർത്തനങ്ങൾക്ക് കൽപ്പിക്കുകയുള്ളൂ. നിഷാജാണ് നിങ്ങളോട് തിന്മയും ഇസ്ലാമികമായ വിരുദ്ധ പ്രവർത്തനങ്ങളും നിഷാജ് മാത്രമേ കൽപ്പിക്കുകയുള്ളൂ. അത് ദൈവം കൽപ്പിക്കുകയില്ല എന്ന് ഖുർആൻ അസന്നിഗ്ധമായിട്ട് പറയുന്നത്. അതാ കുടുംബവും താങ്കളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ കൽപ്പനയല്ലാതെ ഇവർ പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയല്ല. ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പന അദ്ദേഹത്തിന്റെ ജീവിതം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട്, കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഈ ആശയത്തിന്, ഈ ദൗത്യത്തിന് ബലി കൊടുക്കാനാണ് പറയുന്നത്. അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അഭിപ്രായത്തിലുള്ള സംഭവങ്ങൾ നടക്കാൻ കഴിയും. വേറെ പങ്ക് ചെയ്യും. അത് ഇന്ന് പ്രയോഗിക്കാൻ പറ്റും. ഈ ആയത്തുകൾ എങ്ങനെ പ്രയോഗിക്കാം? അതാ പറഞ്ഞു ഇവരുടെ അടിസ്ഥാനത്തിൽ ഖുർആനിലെ 90% ആയത്തിന്റെ ആവശ്യം ഒന്നാമത്തെ ആയത്താവുന്നത് കിടക്കുന്നില്ല എന്നതാവുന്നത്. എല്ലാവർക്കും കൂടി ആൾക്കാർ അത് നടക്കും പരിപാടി. ഇന്ന് നടക്കും. 25 കഴിഞ്ഞ കഥ പറഞ്ഞാൽ ഇന്ന് നടക്കും. ഇന്ന് അതിന്റെ ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ നബിയുടെ ശബ്ദത്തിന്റെ മേൽ ശബ്ദം ഉയർത്തലാണ്. ആ ശബ്ദം ഉയർത്തലാണെങ്കിൽ ഇന്ന് ആയത്ത് വേണം. ഇന്ന് ആയത്ത് വേണം. മകനെ അറക്കാനുള്ള ആയത്താണെങ്കിൽ ഇന്ന് ഈ ആയത്ത് വേണം. ഇന്നിപ്പോ നമ്മൾ ജനാവെന്ന മകനെ അറക്കാൻ പറ്റും. ഈ ഇബ്രാഹിമിയുടെ ത്യാഗത്തിന്റെ അഭിപ്രായമാണെങ്കിൽ 5000 കൊടുക്കാത്ത ത്യാഗം ഇന്ന് പറയുന്നത് നമുക്ക് 5000 കൊടുക്കാൻ പറ്റില്ല. കിടക്കാം. 5000 കൊടുക്കാൻ ചെയ്യാൻ പറ്റുന്ന ത്യാഗം നല്ല ത്യാഗം. അതുകൊണ്ട് നിൽക്കുന്ന പറയുക എത്ര സിമ്പിളാണ്. ഒരു പന്ത് എടുത്തു പോയി കിടക്കിന് പോയി അത്രയും കൂടി പ്രയാസമല്ല ലോകത്തിൽ കിടക്കുന്നത്. മഹാത്യാഗമാണ്. അതുകൊണ്ട് ആ ത്യാഗം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് 3 മാസം മുമ്പ് തുടങ്ങുണ്ടായത് മകനെ അറക്കാനുണ്ടായത്. നിങ്ങൾ എന്താ ത്യാഗം? 5000 റുപ്യ നിങ്ങൾ എല്ലാവരും ഒരു ആശുപത്രിനെ വാങ്ങി അറച്ചിട്ട് നിങ്ങൾ ഓടിയേക്ക് കൊണ്ടുപോകണം. അതിന് വന്ന് എന്തോ പകലോ സർവ്വം എന്തെങ്കിലും ബാക്കിയില്ലെങ്കിൽ 4 പാവങ്ങൾക്ക് 1/2 കിലോനോ 1/4 കിലോനോ കൊടുക്കണം. ഇതാണ് മഹാത്യാഗം. എന്നിട്ട് അത് ഓടിയേക്ക് 2 ആളോ 3 ആളാണെങ്കിൽ പണ്ട് ചേർന്നിട്ട് അത് ഓഹരി വെച്ച് അതിന്റെ ഫ്രിഡ്ജിൽ വെച്ച് മാസങ്ങളോളം കൊണ്ടുപോകാം. മഹാത്യാഗം. മൂപ്പർ അത് ഇന്ന് തിന്നിട്ട് ഈ നാളെ പ്രകടനത്തിലേക്ക് പോകണം. ഭയങ്കര ത്യാഗം. ഇത് എന്ത് തുടങ്ങുന്നോ? അതിന്റെ മുമ്പ് തുടങ്ങും. ഒരു മുഹറത്തിലൊക്കെ തുടങ്ങും അതിന്റെ മരണം. എന്നിട്ട് അവസാനം ആ കത്തി അവിടെ കൊണ്ടേ തുടങ്ങും. അടുത്ത ആഴ്ച മാറ്റി പറയാം. ഒരു 3 മാസം ഈ മഴ അരക്കാനുണ്ടായിരുന്നത്. അത്
നമ്മളൊരു പ്രവർത്തനം സീരിയൽ ഇതിനേക്കാളും വീണ്ടും കഥ അവസാനിക്കും. സീരിയലാണ് ഇതുപോലെ കമ്പനി ഒരു അരമണിക്കൂർ സീരിയലിൽ ഒരു സമയം കണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ പരസ്യമാണ്. എന്നാൽ ആ സീരിയൽ പോലും ഇതിനേക്കാൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും കഥ. ഈ രൂപത്തിൽ ആ ഉദ്ഘാടനമായി നമുക്ക് കഥ പറഞ്ഞു വിളിച്ചിട്ട് വലിച്ച് തരവിട്ട് അതിങ്ങനെ പ്രോഗ്രാമുകളൊക്കെ പിന്നെ ആഗ്രഹീങ്ങനെ ഒരുക്കി കൊണ്ടിങ്ങനെ മണയിലിങ്ങനെ പോയിട്ട് ആ ഇതിലേക്ക് വന്ന് ആ ഒന്നാം വന്ന് ആ കഥ അപ്പൊ അതിന്റെ ഘടനകളെ ഞാൻ അവസാനിപ്പിക്കുന്നു.